അതിന് സമയം വേണം, പൈസ വേണം, അല്ലെങ്കിൽ വൈറാലിറ്റി വേണം. ഇന്നുള്ളൊരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കോണ്ടന്റ് ഉണ്ട്. പണ്ട് ആട്ടുകാരുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഇത്ര വലിയ ഡിസ്ട്രിബ്യൂഷൻ. സാധാരണ എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ ഈ ഒരു മോഡിലേക്കാണ് പോണത്, അല്ലെങ്കിൽ കമേഴ്സ്. ഈ മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ പഠിച്ചത് ഒരു 32-ാം വയസ്സിലൊക്കെ ആയിരിക്കും. മാർക്കറ്റിംഗ് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ ഹൗ ഡിഡ് യു ഫിഗർ ഔട്ട് എങ്ങനെയാണ് ആ മാർക്കറ്റിംഗ് ഉണ്ട്, എനിക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നത് ആക്ച്വലി? പെർഫോമൻസ് മാർക്കറ്റിംഗ് ഫ്ലൈവീൽ 3 പ്ലേയേഴ്സ് ആണുള്ളത്. ദർ ഇസ് യുവർ പ്ലാറ്റ്ഫോം മെറ്റ, ദർ ഇസ് യൂസേഴ്സ് വിച്ച് ഇസ് പീപ്പിൾ ലൈക്ക് അസ്, ദെൻ ദർ ഇസ് അഡ്വർടൈസേഴ്സ് വിച്ച് ഇസ് ബ്രാൻഡ്സ്. ഈ 3 ആൾക്കാരുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ശരിക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് പറയുന്നത്. കാരണം ആവശ്യമുള്ള കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഒരു LTV കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ലാംഗ്വേജ് ബ്രാൻഡ് ഇസ് ഡൂയിങ് ദിസ് ഓൺലി. ദേ ആർ ബേസിക്കലി ഇൻക്രീസിങ് LTV ബൈ മേക്കിംഗ് മോർ കോഴ്സസ് ഫോർ ദീസ് നഴ്സസ്. അപ്പോൾ അവിടെ പോയാൽ അഡ്മിഷൻ കിട്ടാൻ ഇത് മതി, ബട്ട് അവിടുത്തെ നല്ല ജോലി കിട്ടണേ ഇതും കൂടി വേണം, അവിടുത്തെ അതും കൂടി വേണം, ഇതും കൂടി വേണം. സോ യു സ്റ്റാർട്ട് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ് ടു യുവർ എക്സിസ്റ്റിംഗ് കൊഹോർട്ട് സോ ദാറ്റ് you solve their problem also, you can make money out of it too. I basically average order value കൂട്ടൽ തന്നെയാണ്. But for repeat, ഫസ്റ്റ് ഓർഡറിന് ഓൾറെഡി വന്നു, ഇനി അടുത്ത റിപ്പീറ്റ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇനി ഒരു പ്രൊഡക്റ്റിന് കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ AOV കൂടും. ലൊറൈൽ പോലെ ഭയങ്കര എസ്റ്റാബ്ലിഷ് പ്ലെയർ ആയിട്ട്, പക്ഷെ അതൊരു ഇന്ത്യ ഗെയിമാണ് നിങ്ങൾ കളിക്കാൻ പോണത്. അതായത് അവരെ റീപ്ലേസ് ചെയ്യുക, അവർ തന്നെ ആ മാർക്കറ്റ് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാം. സോ ഇവിടെ 2 പ്ലേസ് ആണുള്ളത്. ഈതർ ദർ ഇസ് മാർക്കറ്റ് ക്യാപ്ചറിങ്, ദെൻ ദർ ഇസ് മാർക്കറ്റ് ക്രിയേഷൻ. സോ ഒന്നെങ്കിൽ നമുക്കൊരു പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കാറ്റഗറിയിൽ നമുക്ക് ഷെയർസ് പിടിച്ചെടുക്കാൻ പറ്റും. നമുക്കൊന്ന് വാമപ്പ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. ശരിയാണ്, അതുകൊണ്ടാണ് ഈ പുഷപ്പ് അടുപ്പിക്കുന്നത്. പരിപാടി തുടങ്ങാം. ഓക്കെ, റെഡി. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇതുവരെ ഇത്രയും കാലം കുറേ D2C ഫൗണ്ടേഴ്സ് നമ്മളെ ഷോയിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ ആനുവൽ റവന്യൂ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 കോടിയാണ് റവന്യൂ സ്റ്റേജ്. പക്ഷേ ഇന്നൊരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് 700 കോടിയോളം റവന്യൂ ചെയ്ത D2C ബ്രാൻഡിൻ്റെ മാനേജ്മെൻറ്റ് ടീമിലൊരുത്തനാണ്. എങ്ങനെയൊക്കെ നമുക്കിവിടെ കിട്ടിയതാണ്, നമുക്ക് മാക്സിമം പിടിച്ചെടുക്കാൻ നോക്കാം. താബിഷ്, വെൽക്കം ടു ദ ഷോ. വെൽക്കം, താങ്ക് യു ഫോർ ഹാവിങ് മീ. നമ്മൾ നോർമലി തുടങ്ങൽ കുട്ടിക്കാലം തൊട്ടിട്ടാണ്. സ്കൂൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, അവിടെ നിന്നില്ല ആ ജേണി തൊട്ടിട്ടാണ് തുടങ്ങൽ. ടെൽ മീ ഓൾ അബൌട്ട് യു. പെർഫെക്റ്റ്. സോ ഞാൻ കുറ്റ്യാടിയിൽ നിന്നാണ്. ഉപ്പ ഗൾഫിലായിരുന്നു പണ്ടേ. ഞാൻ ജനിച്ചതും വളർന്നതും ജനിച്ചത് നാട്ടിലാണ്, സ്കൂളിലൊക്കെ പോയത് ദുബായിലാണ്. 10th ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. +1 +2 ഹോസ്റ്റൽ പഠിച്ചു തൃശ്ശൂർ IS. പോസ്റ്റ് ദാറ്റ് ഡൽഹിയിലേക്ക് പോയി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഷെയ്ഖ് സുഖ്ദേവ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു കോളേജിൽ BMS ചെയ്തു. BMS ഇസ് ബാച്ചിലേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, സ്പെഷ്യലൈസ്ഡ് ഇൻ മാർക്കറ്റിംഗ്. സോ അണ്ടർ ഗ്രാഡിൽ ഞാൻ മാർക്കറ്റിംഗ് അങ്ങോട്ട് പിക്കപ്പ് ചെയ്തു. പിന്നെ ഹാസ് ബിൻ അറ്റ് ഇറ്റ് ഫോർ എ വൈൽ നൗ. ഓക്കെ, അപ്പം ഡൽഹിയിലെത്താനുള്ള കാരണം വെച്ചാൽ പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും ബുദ്ധിയുള്ളവരൊക്കെ സയൻസ് എടുക്കും, ബുദ്ധിയില്ലാത്തവർ കോമേഴ്സ് എടുക്കുന്നായിരുന്നു. സോ നമുക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് സയൻസ് എടുക്കണം എന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാരോട് സംസാരിക്കണം, വർത്താനം പറയണം, കോമേഴ്സ് എടുക്കണം. സോ ആ ഒരു പെയിൻ പോയിന്റ് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് ബെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. സോ അന്നേരം ഞാൻ പ്രിപ്പയർ ചെയ്ത് അന്നേരം കുറച്ച് എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ് എക്സാംസ് ഇതുപോലെ എഴുതി. ചക്ക വീണ് മുയൽ ചത്തു, അഡ്മിഷൻ കിട്ടിയപ്പം അവിടെ നമുക്ക് റിസർവേഷൻസും കാര്യങ്ങളും ഉണ്ട് കിട്ടാൻ. ബട്ട് ദ ക്ലാസ് നമ്മൾ കയറിച്ചെന്ന ക്ലാസ് എല്ലാം ഓൾ ഇന്ത്യ റാങ്ക് 1, 2, 3, 4, 5 എല്ലാവരും ഉള്ളത്. അവിടെ എത്തിപ്പെട്ടത് ശരിക്കും ത്രൂ എക്സാമിനേഷൻസ് ആണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും കണ്ണോർന്നത്, ബ്രെയിൻ എക്സ്പ്ലോഷൻ അവിടെയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹൗ വെൽ പ്രിപ്പയർഡ് സ്റ്റുഡൻസ് വളരെ ഒരു +2 കഴിയുമ്പോൾ തന്നെ വെരി CV ഒക്കെ റെഡി ആയിട്ട് ഹൗ ടു ഡു എ എസ്റ്റിമേറ്റ്, ഹൗ ടു ഡു മാർക്കറ്റ് സൈസിങ്, ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ വളരെ പിന്നിലാണ്. നൗ യു ഹാവ് 3 years. ആ 3 വർഷത്തിനുള്ളിൽ അത് കവറപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബൈ ദ ടൈം യു ഗ്രാജുവേറ്റ് ഇപ്പോൾ ഒരു പ്ലേയിങ് ഫീൽഡാണ് എല്ലാവർക്കും. ഇനി നമ്മൾ പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് യു ഹാവ് ടു ബിൽഡ് ഇറ്റ് അപ്പ്. അതായിരുന്നു അവിടെയുള്ള ഗോൾ.
സോ സ്പെൻഡ് 3 years ഡൽഹിയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഡൽഹി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. കാരണം ഞാൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ വെക്കേഷനൊക്കെ നാട്ടിൽ വരും, +1 +2 നാട്ടിൽ പഠിച്ച്. പക്ഷേ അതിൻ്റെ പുറമെ ബാംഗ്ലൂരിൽ എന്താ നടക്കുന്നത്, മുംബൈയിൽ എന്താ നടക്കുന്നത്, ഡൽഹിയിൽ എന്താ നടക്കുന്നത് ഞാൻ ഇന്നേ വരെ പോയിട്ടുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഇന്ത്യൻ്റെ ഒരു ഔട്ടർ എക്സ്പോഷർ എന്ന് പറയുന്നത് കാണുന്നത് ഡൽഹിയിൽ നിന്നാണ്. സോ ഡൽഹിയിലെത്തിയപ്പം മെജോറിറ്റി ഓഫ് മൈ ക്ലാസ് എല്ലാം നോർത്ത് ഇന്ത്യൻസ്, വെരി ഫ്യൂ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ ഓവർ ദർ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പീപ്പിളാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്ന് മനസ്സിലായി. സോ ഡൽഹി വാസ് ലൈക്ക് ദാറ്റ്. പിന്നെ പോസ്റ്റ് ദാറ്റ് ഐ ബീൻ ഇൻ ബാംഗ്ലൂർ ആൻഡ് മുംബൈ. ഓക്കെ, അപ്പം ഈ ദുബായിൽ ദുബായിൽ ഏത് സ്കൂളിലായിരുന്നു? ഞാൻ ജെംസിൻ്റെ ഔറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. അപ്പോൾ അവിടെ നല്ലൊരു എക്സ്പോഷർ, ആക്ച്വലി പാൻ ഇന്ത്യ എക്സ്പോഷർ തന്നെ കിട്ടിയെന്ന് പറഞ്ഞൂടെ? ട്രൂ. അവിടുന്നാണ് ശരിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത്. ഫൗണ്ടേഷനലി അറ്റ് എ യങ് ഏജ് നമുക്ക് കറക്റ്റ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രേറ്റ്സ് ഉണ്ടല്ലോ. അത് ഫോർച്ചുനേറ്റ്ലി ഉപ്പാൻ്റെ ബെസ്റ്റ് ബെറ്റാണ്. ഉപ്പാൻ്റെ ആ സമയത്തുള്ള ഫൈനാൻഷ്യൽ കണ്ടീഷൻസിലുള്ള ബെസ്റ്റ് സ്കൂൾസിലേക്ക് നമ്മൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഉള്ള മാത്രമുള്ള ഒരു മെറിറ്റ് മാത്രമാണ് നമുക്കത്. സോ അവരോൺ ദുബായിൽ കുറേ സ്കൂൾസ് ഉണ്ട് അങ്ങനത്തെ, അവരോൺ ജെംസ്, ദിസ് എ ലോട്ട് ഓഫ് പ്രീമിയം സ്കൂൾസ്. സോ fully all merit to that too. So that started off from there. ഓക്കെ, അപ്പോൾ അവിടുന്ന് ബേസിക്കലി ഇംഗ്ലീഷ് പിക്കപ്പ് ചെയ്തു, ഹിന്ദി പിക്കപ്പ് ചെയ്തോ? ഹിന്ദി പിക്കപ്പ് ചെയ്തില്ല. ഹിന്ദി ഡൽഹിയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യയിൽ ഹിന്ദി അറിയാണ്ട് വേറെ നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ മേജർലി ഇംഗ്ലീഷ് ആയിരുന്നു? ജസ്റ്റ് ഇംഗ്ലീഷ്. ഫ്രണ്ട് സർക്കിൾ യെസ്, ബാംഗ്ലൂരിയൻസ്, ഹൈദരാബാദിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അവിടെ പഠിച്ചു, അത്യാവശ്യം നല്ലോണം മെനക്കെട്ടു. സോ ഹൗ അബൌട്ട് യുവർ ഫസ്റ്റ് ജോബ്? എങ്ങനെയാണ് ആ ഫസ്റ്റ് ജോബിൽ കയറിയേ? സോ മൈ ഫണ്ട വാസ് ദിസ്. ഈ പറഞ്ഞ പണ്ട് കൊമേഴ്സ് സയൻസ് ആണ് എത്തിയപ്പം ഡൽഹിയിലെത്തിയപ്പോഴും സെയിം തിങ്. പീപ്പിൾ ഹു ടേക്ക് BMS, ബുദ്ധിയുള്ളവരൊക്കെ ഫിനാൻസ് എടുക്കും, ബുദ്ധിയില്ലാത്തവർ മാർക്കറ്റിംഗ് എടുക്കും. പിന്നെയും സെയിം കോൺഫ്ലിക്ട്. ഞാൻ പിന്നെയും മാർക്കറ്റിംഗിലേക്കാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ചുകൂടി നമ്പേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്ന ഒരാൾക്കാരായിരിക്കും അധികം ഉണ്ടാവുക. സോ ഞാൻ മാർക്കറ്റിംഗിലേക്ക് കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തു. ഐ വാസ് ഷുവർ എനിക്ക് മാർക്കറ്റിംഗിലാണ് എന്തായാലും എന്തെങ്കിലും ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ടത്. സോ ഐ വിൽ ഗോ ടു എനി ഓർഗനൈസേഷൻ ദാറ്റ് ഗിവ്സ് മീ എ മാർക്കറ്റിംഗ് റോൾ. ആൻഡ് മാർക്കറ്റിംഗ് പ്ലേസ്മെന്റ്സ് അധികവും ഈ പറഞ്ഞ ഫിനാൻസിന്റെ അത്ര ഗ്ലോറിയസ് ആയിരിക്കില്ല. അവിടെ മാനേജ്മെന്റ് കൺസൾട്ടിംഗ്, ബെയിൻ, മെക്കിൻസി, BCG ആ കമ്പനീസ് ഒക്കെ ഉണ്ടാവും. വൈൽ നമ്മൾ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുമ്പോൾ ദർ ഈസ് ഓൺലി എ ഫ്യൂ പ്ലേയേഴ്സ്, ഫ്യൂ FMCGs ദ ജനറലി അധികം പോസ്റ്റ് MBA ആണ് ഹയർ ചെയ്യുന്നത്. അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. സോ ദ കമ്പനി ദാറ്റ് ഐ ജോയിൻഡ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് യൂണിക്കോൺ, ഇൻമൊബി. സോ ഐ റിയലൈസ് ഇതൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. കമ്പനീൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മൊബൈൽ അഡ്വർടൈസിംഗ് ആണ്. സോ ലൈക്ക് പെർഫെക്റ്റ്, എന്നാൽ പിന്നെ ഇവിടെ പോയി ചേരാന്നുള്ളതിൽ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് എക്സ്പെക്ട് ചെയ്തിട്ട് പോകുന്നത്. ദ ഡേ ഐ റീച്ച് ദർ എനിക്കത് മനസ്സിലായി ഇവിടെ 3500 ആൾക്കാരുണ്ട്, ഇതൊരു സ്റ്റാർട്ടപ്പ് അല്ല, ഇത് പണ്ട് സ്റ്റാർട്ടപ്പ് ആയിരുന്നു, യൂണിക്കോൺ ആയി, ഇപ്പോൾ ഒരു 10-15 കൊല്ലമായി, ഇപ്പോഴും ആ പേരിൽ അറിയപ്പെടുന്നു മാത്രമല്ല ആ ഒരു കമ്പനി കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് അധികവും ഗൂഗിളും മെറ്റയാണ്. സോ ഗൂഗിളും മെറ്റയായിട്ട് കോമ്പീറ്റ് ചെയ്ത് പിടിക്കുന്നതാണെങ്കിൽ കമ്പനിയുടെ സ്കെയില്, കൾച്ചർ അതൊക്കെ അവരുമായിട്ട് മാച്ച് ചെയ്തിട്ടായിരിക്കണം. സോ അങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ജോബ്, വാസ് അറ്റ് ഇൻമൊബി. ഒരു 1.5 കൊല്ലം അവരുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇന്ത്യ ക്ലയൻറ്റ് ബിസിനസ്സിലായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ വെൽ ഫണ്ടഡ് startups were our clients. Anybody who wanted to scale app installs. അത് ഷോർട്ട് വീഡിയോ ഫോർമാറ്റ് ആപ്പ്. കോവിഡിൻ്റെ സമയത്ത് ജോഷ്, MX പ്ലെയർ, ടക്കാടക്, ഷെയർ ചാറ്റ് അവരൊക്കെ ഇൻവെസ്റ്റർ, അവരൊക്കെ they would start spending money with us. Then you can see ആ VC പൈസ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സും റേസ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇങ്ങനെ കൂടുന്നത് നമുക്ക് ആ കറക്റ്റ് പാറ്റേൺ സിമിലർ കാണാം. ആദ്യം ഷോർട്ട് വീഡിയോ ഫോർമാറ്റ് പ്ലേയേഴ്സിന് പൈസ കിട്ടി. ദെൻ ഫിൻടെക് ഗോട്ട് എ ലോട്ട് ഓഫ് മണി, എഡ്ടെക് ഗോട്ട് എ ലോട്ട് ഓഫ് മണി. ദെൻ എല്ലാവരുടെയും ഫണ്ടിങ് വിന്റർ കഴിഞ്ഞു. ദെൻ ദി ഓൺലി പീപ്പിൾ സ്പെൻഡിങ് ഇസ് ആമസോൺ, ഗൂഗിൾ, അവർ വലിയ പ്ലേയേഴ്സ്. സോ സ്പെൻഡ് ഒരു 1.5 years അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഡസ് മാർക്കറ്റിംഗ് വർക്ക് ഫോർ ദീസ് പീപ്പിൾ. കാരണം നമ്മൾ അവരുടെ ചാനൽ പാർട്ട്നേഴ്സ് ആണ്. ജസ്റ്റ് ലൈക്ക് ദേ ഹാവ് ഗൂഗിൾ, ദേ ഹാവ് മെറ്റ, ദെൻ ദേ വുഡ് ഹാവ് us. സോ ദ മാർക്കറ്റ് ഇസ് സ്റ്റിൽ ബിഗർ അറ്റ് ഗൂഗിളും മെറ്റയും. എന്നിട്ട് ഇൻമൊബി പോലത്തെ പ്ലേയേഴ്സ് വിച്ച് വിൽ കൺസോളിഡേറ്റ് എല്ലാ ബാക്കിയുള്ള ആപ്സും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം സബ്വേ സർഫേഴ്സ് ഗെയിമിൻ്റെ ഉള്ളിൽ ഒരു ആഡ് ഇടണം, ഇപ്പം ഡെയിലി ഹണ്ടിൻ്റെ ഉള്ളിൽ ഒരു ആഡ് ഇടണം. അപ്പോൾ അതൊക്കെ എങ്ങനെ റീച്ച് ചെയ്യും? വി ഡോണ്ട് ഗോ ടു എവറി കമ്പനി. ഇതുപോലത്തെ അഗ്രിഗേറ്റർ പ്ലേയേഴ്സിൻ്റെ അടുത്ത് പോയാൽ അവരുടെ അടുത്ത് എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഗൂഗിളിൻ്റെ അടുത്ത് പോയാലും ഇത് കിട്ടില്ലേ? ഗൂഗിളിൻ്റെ അടുത്ത് പോയാലും കിട്ടും. ഗൂഗിളിന് കുറേ ഇൻവെൻട്രീസ് ഉണ്ടാവും. ഇൻമൊബിൻ്റെ ഫോക്കസ് വാസ് ആപ്പ് ഇൻവെൻട്രി. സോ ഗൂഗിൾ വെബ് ഇൻവെൻട്രിയിൽ വളരെ വലുതാണ്. സോ ദർ ആസ് മച്ച് സ്കെയിലും വെബിലാണ് വലുത്. ബട്ട് ആപ്പിൻ്റെ ഉള്ളിലുള്ള ഇൻവെൻട്രീസ് somebody has to go and do an SDK integration with them and onboard them and then use that real estate on the ad exchange platform. So Inmobi had done the job of doing that for a lot of apps. ആ ഇൻവെന്ററി ഒക്കെ അവർ ആഡ് എക്സ്ചേഞ്ചിൽ അറ്റ് ദ ബെസ്റ്റ് പ്രൈസ് they were putting. So that became a good model for them to work. ആഡ് എക്സ്ചേഞ്ച് എന്താണ്? ആഡ് എക്സ്ചേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ആഡ് എക്സ്ചേഞ്ചിൽ DSPs ഉണ്ട്, SSPs ഉണ്ട്. ഡിമാൻഡ് സൈഡിൽ എല്ലാ കമ്പനീസും ദാറ്റ് വോണ്ട് ടു അഡ്വർടൈസ്. സപ്ലൈ സൈഡിൽ എവറി ആപ്പ്, എവറി റിയൽ എസ്റ്റേറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഔട്ട് ദർ വെർ യു കൻ പുട്ട് ആഡ്സ്. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആഡ് എക്സ്ചേഞ്ച്. സോ കമ്പനീസ് ലൈക്ക് ഗൂഗിളൊക്കെ ഇതിൽ വളരെ വലുതാണ് ബിക്കോസ് ദേ ഹാവ് എ ലോട്ട് ഓഫ് ഇൻവെന്ററി. ഗൂഗിൾ ഒരു ആഡ് എക്സ്ചേഞ്ച് ആണ്? അല്ല, ഗൂഗിൾ ഇസ് വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഇൻ ദി ആഡ് എക്സ്ചേഞ്ച്. എവറിബഡി ഈസ് എ പ്ലെയർ ഇൻ ദി ആഡ് എക്സ്ചേഞ്ച്
ദാറ്റ് ഇസ് ജസ്റ്റ് എ പ്ലേസ് ജസ്റ്റ് ലൈക്ക് ഹൗ വി ഹാവ് സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഓൾ. ആ. ഈ ട്രേഡിംഗ് നടക്കുന്നത് അത് നടക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ. ഓ. അവിടെ കുറെ റിയൽ എസ്റ്റേറ്റ് വരും, കുറെ ബയേഴ്സ് വരും, വാങ്ങും. ഇവിടെ ആ. ട്രേഡ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ആഡ് സ്ലോട്ടുകളാണ്. ഓ. അതാണ് ഒരു ഇക്കോസിസ്റ്റം. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50 പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. അപ്പോൾ ഒരു ആപ്പ് ഫോർ എക്സാമ്പിൾ സേ സബ്വേ സർഫേഴ്സിന് ആഡ്സ് കിട്ടണം. അപ്പോൾ അവർ ആരെയാണ് അപ്രോച്ച് ചെയ്യാൻ പോണത്? സോ ഇൻമൊബി പോലത്തെ കമ്പനീസ് അവരുമായിട്ട് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആപ്പ് മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തോളൂ. ഇവിടെ ഒരു ആഡ് സ്ലോട്ട് ഉണ്ട്. വി വിൽ ഫൈൻഡ് supply demand for it. So companies like InMobi will onboard them and then try to flex the fact that okay, we have Subway Surfers in our inventory. If you partner with us, we can ensure your app gets shown all in all these places. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം, ഗൂഗിൾ SDK ഉണ്ട്, ഇൻമോബി SDK ഉണ്ട്, അത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. Yes. അപ്പോൾ സബ്വേ സർഫേഴ്സ് പോലത്തെ ഒരു ആപ്പ് എന്തിന് ഇൻമോബി പോലത്തെ കമ്പയർഡ് ടു ഗൂഗിൾ, ഇൻമോബി ഈസ് വെരി സ്മോൾ അല്ലേ? ഇൻമോബി പോലത്തെ ഒരു ആപ്പിൻ്റെ SDK എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? So ഏതെങ്കിലും ഒരു SDK ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. whoever is the first person to reach them, I integrated ആവും. ബട്ട് അത് ഇന്റഗ്രേറ്റഡ് ആയാലും ഈ സെയിം എക്സ്ചേഞ്ചിലേക്ക് വരും എല്ലാവരും ആ ഇൻവെന്ററി കൊണ്ട്. അവിടെ again whoever is the best bidder gets the opportunity. So for every transaction, because in 1 second around 5 billion impressions are served. So there's a lot of volume happening here. Apam whoever is the best price, there's a price bidding that happens. We said lower ceiling, upper ceiling. On large DV360 spends and all, നമ്മൾ ചെയ്യുമ്പോൾ ഗൂഗിളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ 1 million മുകളിൽ പൊട്ടിക്കുന്ന ആൾക്കാർ they have that they keep that ceiling. ഇത്ര ഇൻവെന്ററി നമുക്ക് വാങ്ങണം. മീഡിയ ബൈയിങ് comes into play there. ഓക്കെ, ഇനി കുറച്ചൊന്ന് ബാക്കൗട്ട് പോവാം. സാധാരണ എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ ഈ ഒരു മോഡിലേക്കാണ് പോണത്, അല്ലെങ്കിൽ കമേഴ്സ്. ഈ മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ പഠിച്ചത് ഒരു 32-ാം വയസ്സിലൊക്കെ ആയിരിക്കും. മാർക്കറ്റിംഗ് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ ഹൗ ഡിഡ് യു ഫിഗർ ഔട്ട് എങ്ങനെയാണ് ആ മാർക്കറ്റിംഗ് ഉണ്ട്, എനിക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നത് ആക്ച്വലി? സോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ട്രേറ്റ്സ് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കിയപ്പം ഐ ലൈക്ക് ഡിസൈനിങ്, ഐ ലൈക്ക് സ്പീക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗ്. സോ വേർ ഡസ് എ വിഷ്വൽ എലമെന്റ് പ്ലസ് സ്റ്റോറി ടെല്ലിംഗ് കം ഇൻ ടു പ്ലേസ്? മാർക്കറ്റിംഗ്. സോ ഐ വാസ് ലൈക്ക് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് എൻ്റെ സ്കിൽ സെറ്റ് എവിടെയാണ്, അത് ഏതിലാണ് എനിക്ക് ബെസ്റ്റ് സെല് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് കോളേജിലുള്ള സമയത്ത് ഞാൻ ഒരു ഇന്റേൺഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് ഡൈസൺ. So Dyson was doing a lot of അവരുടെ sales ആയിട്ട് vacuum cleaners, hair dryers, very premium products. So അവിടെ sales ചെയ്ത്. So when I did sales over there, മനസ്സിലായി okay, this is the art of selling അതിൻ്റെതായിട്ടുള്ള രസമുണ്ട്. Then I started picking up freelance projects in college. എന്തായിരുന്നു അണ്ടർഗ്രാഡ്, എന്തായിരുന്നു എടുത്ത്? BMS, Bachelor's in Management Studies in Marketing. Okay. So did that. അപ്പോൾ അപ്പോഴാണ് I started taking this sales internship. I was like okay, this seems interesting, sales is good. Then I was like, I knew a little bit of designing. പണ്ട് കുറച്ച് ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. So I was like, okay, നമുക്ക് ഫ്രീലാൻസ് പ്രോജക്ട്സ് ഏറ്റെടുത്ത് തുടങ്ങാം. Started picking up a few freelance projects. Did one of them with ഒരു GoQuick എന്ന് പറഞ്ഞ ഒരു കമ്പനി. അവരുടെ ലോഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. GoQuick പറഞ്ഞാൽ നമ്മളെ പിന്നെ ഷോപ്പിഫൈയിൽ ബൈപ്പാസ് ചെയ്യുന്നത്. യെസ്. സോ അവരുടെ RTO റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അവരുടെ ലോഗോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. GoQuickന്റെ ലോഗോ ഇപ്പോഴും നിങ്ങൾ ചെയ്ത ലോഗോ ആണോ? യെസ്. റിയലി? യെസ്. ആ ഒരു ലോഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര കാശിനായി ചെയ്ത്? That's a sad story. ഞാൻ അന്നൊരു 5,000 രൂപക്കാണ് ചെയ്തത്. അത് ചെയ്ത് 2 weeks later they raised around $20 million or something. ഇപ്പത് പറയാൻ പറ്റിയല്ലോ, GoQuickന്റെ ലോഗോ ഇപ്പോഴും ലോഗോ ആണ്. ട്രൂ. പണ്ട് ഞാൻ മാർത്താലി കൂടി ഒരു ദിവസം നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചങ്ങായി ടീഷർട്ട് ഇട്ടിട്ട് കണ്ടു. I was like, wow, that feels good. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് എല്ലാ സോ അങ്ങനെ ഞാൻ കുറച്ച് മാർക്കറ്റിംഗിന്റെ സ്പിൻസ് ബ്രാൻഡിംഗ് നമ്മളെ പിന്നെ വാട്സാപ്പിലൊക്കെ എനിക്കൊന്ന് ആഴ്ചയിൽ 2-3 ചാറ്റ് GoQuickനെ കുറിച്ച് ഉണ്ടാവും. Why don't you just go use GoQuick? Pretty very good platform that they're building out. So initially പണ്ട് ഞാൻ when I was freelancing I worked with Chirag on that. അപ്പം അങ്ങനെ കുറച്ച് ഞാൻ മാർക്കറ്റിംഗിൽ കുറച്ച് സ്പ്രിൻസ് എടുത്ത് തുടങ്ങി. I was like okay, what I can do well is speaking, is selling, is designing things. The intersection all of this just happened to be in marketing. So I'm like okay, let me start working on this. എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ട്, കാരണം ഞാൻ 80s ആണ്. സോ ഇതൊന്നും ചിലപ്പോൾ എനിക്ക് മനസ്സിലായിക്കോളണില്ല. സ്റ്റിൽ ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട് പിന്നെ എൻ്റെ സ്കിൽസ് ഇതാണ്? കാരണം ഞാനിതൊക്കെ കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്ത്. മേ നോട്ട് ബി ദ കേസ് വിത്ത് അതർ ജനറേഷൻസ്. ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? എനിക്ക് എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം, ആ സ്ട്രെങ്ത് കണ്ടുപിടിച്ച് ആ ഇൻ്റർസെക്ഷനിലേക്ക് എത്തണം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കണേ? സോ സത്യം പറഞ്ഞാൽ ഇതിലൊരു മെജോറിറ്റി റോളുള്ളത് ഉപ്പാക്ക് തന്നെയാണ്, ടു ബി ഓണസ്റ്റ്. ദ മേജർ തിങ് ഇസ് നമുക്ക് കുറച്ച് സ്കിൽ സെറ്റ്സ് ബിൽഡ് ചെയ്യണം. സോ സ്കിൽ സെറ്റ്
പ്രൈമറിലി ഇന്നത്തെ ഒരു നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമിൽ ത്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിൽ സെറ്റ്സ് ആണ് ആവശ്യം. അതെ. വൺ ഇസ് ഹൈ ഏജൻസി, ഹാവിങ് എക്സ്ട്രീം ഹൈ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ഡൂയിങ് സംതിങ്. ദെൻ ദ സെക്കൻഡ് തിങ് ദറ്റ് യു വുഡ് നീഡ് ഇഫ് ഡീപ്പായിട്ട് ഇറങ്ങുന്നതാണ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ ഒരു ഏകദേശം ഒരു ഉത്തരവാദിത്വം സംസാരിക്കാനും പറ്റുന്ന ഒരു ചങ്ങായി ഉണ്ടെങ്കിൽ തന്നെ മോസ്റ്റ് ഫൗണ്ടേഴ്സ് നീഡ് ദീസ് പീപ്പിൾ. അതുള്ള ഒരാൾ, അതിനാണ് ഹൈ ഏജൻസി എന്ന് പറയാ. സോ ഹൈ ഏജൻസി ഈസ് ബേസിക്കലി ജസ്റ്റ് ഹാവിങ് ദ കമ്മിറ്റ്മെന്റ് ടു ബി അറ്റ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അറ്റ് ഇറ്റ് ഫോർ എ വൈൽ. ലൈക്ക് ഇറ്റ് കാൺ ബി ഇതൊരാൾ നിങ്ങളുടെ പിന്നിൽ നടന്ന് പണിയെടുപ്പിക്കേണ്ട അവസ്ഥ വന്നാല് ദെൻ ഫൗണ്ടറിന് ശരിക്കും നിങ്ങളുടെ അടുത്ത് ഫുൾ വാല്യൂ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും അയാൾ നിങ്ങളുടെ പിന്നിൽ വേണം. ബട്ട് ഇഫ് ഐ ഗിവ് ഒരാൾക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ട് ഓക്കെ ജസ്റ്റ് ഫിഗർ ദിസ് ഔട്ട്, ഇനി തീർത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് പോയിട്ട് മൊത്തം തീർത്തിട്ട് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് പേഴ്സൺ. ബേസിക്കലി സ്വന്തം കുട്ടീനെ പോലെ നോക്കണം, സ്വന്തം കുട്ടീനെ പോലെ നോക്കാൻ പറ്റുന്നത്. കാരണം ഏറ്റവും കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക ഫൗണ്ടേഴ്സിനാണ് സ്റ്റാർട്ടിങ്ങിൽ. കറക്റ്റ്. ബട്ട് ആസ് ഓർഗനൈസേഷൻ വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് എപ്പോഴും ഫൗണ്ടറിന് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവാൻ പറ്റൂല. കറക്റ്റ്. അതിന്റെ അടിയിലുള്ള നെക്സ്റ്റ് ലെയർ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ആ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് ആ ഹൈ ഏജൻസിയിൽ ത്രൈവ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് മാത്രമേ വലുതാന്നുള്ളൂ. ഫൗണ്ടർ ഡ്രിവൺ ആയിട്ട് എപ്പോഴും അടിക്കണം എന്ന് വെച്ചാൽ ഒരു സ്കെയിൽ ചെയ്യും, അത് മെല്ലെ ഫീൽ ഔട്ട് ആവും. ശരിയാണ്, ഫൗണ്ടർക്ക് ഒരു ലിമിറ്റിനപ്പുറം പോകാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ മാർക്കറ്റിംഗ് ഞാൻ എടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ സ്കിൽ സെറ്റ് വാസ് എലിമിനേഷൻ. നമുക്ക് പറ്റുന്ന പണി ഏതാന്നുള്ളത്, പറ്റാത്ത പണി മെല്ലെ എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കുക. സോ പ്ലസ് ടുലായാലും സയൻസ് മെല്ലെ മാറ്റുക, കൊമേഴ്സ് എടുക്കുക. എൻ്റെ കൊമേഴ്സ് ഇപ്പം ഫൈനാൻസും അക്കൗണ്ടിങ്ങോ മെല്ലെ മാറ്റി ഇപ്പോൾ ബാക്കിയുള്ളത് ഇതാണ്. അപ്പം മാർക്കറ്റിംഗിൽ തന്നെ ഇപ്പം ബ്രാൻഡ് ബിൽഡിംഗ്, ഇപ്പം ഞാൻ മാർക്കറ്റിംഗിൽ ഇപ്പോൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി there are actually two aspects in this. There is a creative aspect, there's a brand building aspect. My role that I did was somewhere intersection of both of these two. But ഇത് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോൾ now we have to pick a side. അപ്പോൾ നമ്മൾ മെല്ലെ സൈഡ്സ് പിക്ക് ചെയ്ത് ഐ തിങ്ക് ഇതൊന്നും ഫസ്റ്റ് അവെയർ ആയിട്ട് ചെയ്യുന്നതല്ല, ഇതെല്ലാം റെട്രോസ്പെക്റ്റീവ്ലി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ നിങ്ങളെ ഉപ്പനെ കൊണ്ടുവരേണ്ടി വരും പോഡ്കാസ്റ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ. ഉപ്പ എന്താ ചെയ്യുന്നത്? ഉപ്പ വർക്ക് ചെയ്തത് ദുബായിലായിരുന്നു, ഒരു ഷിപ്പിംഗ് കമ്പനിയിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആണ്. He was worked in a shipping company for 23 years. ഒരു വൺ കമ്പനി ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അതിനുശേഷമുള്ള നമ്മളുടെ ജനറേഷൻ ഒക്കെ 2 കൊല്ലം കഴിയുമ്പോൾ ടിപ്പ് സ്റ്റാർട്ടിങ് ജമ്പ് ചെയ്ത് കളിക്കുന്നത്. അപ്പൊ അത് വേറൊരു ജനറേഷനാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എങ്ങനെയാണ് ഏകദേശം, അതായത് യുവർ എഡ്യൂക്കേഷൻ ആൻഡ് ദ വേ ഓഫ് യുവർ അപ്ബ്രിങ്ങിങ്, അതാണ് ബേസിക്കലി ഹെൽപ്പ് ചെയ്തത് ഫോർ യു ടു ഫിഗർ ഔട്ട് മച്ച് ഏർലി ഇൻ ലൈഫ്. ഓക്കെ, മാർക്കറ്റിംഗ് മനസ്സിലായി. ഇൻമൊബൈൽ കയറി. ഇൻമൊബൈൽ കയറിയിട്ട് എന്തൊക്കെ സംഭവിച്ചു? സോ ഇൻമൊബൈൽ കയറിയപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വെച്ചാൽ ഐ വാസ് ടോക്കിംഗ് ടു ഓൾമോസ്റ്റ് ഓൾ സ്റ്റാർട്ടപ്സ് ദാറ്റ് ഹാഡ് മണി വാസ് ട്രൈങ് ടു ഡു മാർക്കറ്റിംഗ്. അവരുടെ എല്ലാ മാർക്കറ്റേഴ്സായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ബിക്കോസ് നമ്മളുടെ ഏകദേശം എല്ലാവരും നമ്മളുടെ ക്ലയൻസ് ആണ്. സോ അവരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിൽ കുറേ ഒരു മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ ആൾക്കാർ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. സോ ഐ റിയലൈസ് ഓക്കെ ഐ വോണ്ട് ടു മൂവ് ടു ദ ബ്രാൻഡ് സൈഡ്. I've spent enough time on the partner side, Google Meta പോലത്തെ പാനൽ. റിയലൈസ് ഇതൊരു പ്രോപ്പർ ടെക് പ്ലേ ആണ്. ഇവിടെ ടെക് ആണ് മോട്ട്, വേറൊന്നുമല്ല. അപ്പോ മോട്ട് എന്ന് പറയുമ്പോൾ ലൈക്ക് ആക്ച്വലി അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ല. മോട്ട് പറയുമ്പോൾ എനിക്കൊന്ന് ഏറ്റവും USP. സോ മോട്ട് ഇസ് ഐഡിയലി ദ USP. സോ ദെൻ ഇഫ് അതാണ് ഏറ്റവും ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടറെങ്കിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ദ പ്ലേസ് ഐ ക്യാൻ പെർഫോം ബെസ്റ്റ് വിൽ ബി എ ലിറ്റിൽ മോർ ഇൻ ദ ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഫ്രണ്ട്. സോ ഐ റിയലൈസ് ഓക്കെ ലെറ്റ് മീ മൂവ് ടു ദ ബ്രാൻഡ് സൈഡ്. അപ്പോഴാണ് there was an opportunity with Mosaic Wellness. They were hiring a set of fellows. So they're like, because fellows എന്ന് പറയുമ്പോൾ, so the founder had a very interesting fund around this, which is hire generalists. Generalist ആയിട്ടുള്ള നല്ല ഹൈ ഏജൻസിയിൽ ആൾക്കാർ ഹയർ ചെയ്യുക. ഫൗണ്ടേഴ്സ് ഓഫീസ് could say, but again under different P&Ls. കാരണം അപ്പത്തേക്ക് ബിസിനസ് സ്കെയിൽ ആയിന് there are multiple business leaders, CXOs under them. ആ CXOസിന്റെ അടിയിൽ നല്ല ഹൈ ഏജൻസിയിൽ ഒരു ജനറലിസ്റ്റിനെ കൊടുത്താൽ he can figure out and do it. So let me hire a few people like that. Okay. So he was hiring a few people like that. So അപ്പോൾ I realized okay this organization is pretty good. ഞാൻ പണ്ട് ഗോക്വിക്കിന്റെ ലോഗോ ചെയ്തപ്പോൾ മാൻമാറ്റേഴ്സിന്റെ ആപ്പ്, കാരണം ബിക്കോസ് there was a founder connection, അവരുടെ ഫസ്റ്റ് ക്ലയൻസ് was them. So I was like ഈ ബ്രാൻഡിനെ പറ്റി ഞാൻ കുറച്ച് ഗോക്വിക്കിന്റെ ഫസ്റ്റ് one of the first clients was them. പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ ഞാൻ ഇൻമൊബൈൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇൻമൊബൈൽ ഉണ്ടായിരുന്ന ഒരു VP ലെഫ്റ്റ് ഫ്രം there to go to Mosaic as the CBO. I was like okay wow, ചീഫ് ബിസിനസ് ഓഫീസർ. Yeah. So I was like okay if this guy is CBO നെ കുറിച്ചൊന്ന് പറയോ? ഇത് ഒരു പുതിയ പൊസിഷൻ ആണല്ലോ ബേസിക്കലി. സോ ഈ ന്യൂ ഏജ് സ്റ്റാർട്ടപ്സിലാണ് ഞാൻ ശ്രദ്ധിച്ച കുറച്ച് പൊസിഷൻസ് ആണ് CBO, CRO എന്ന് പറയുന്നത്. CBOs ഇപ്പൊ നമ്മളുടെ മൊസൈക്കിൽ ഉണ്ടായിരുന്നത് ചീഫ് ബിസിനസ് ഓഫീസർ ആൻഡ് ദിസ് ഇസ് ചീഫ് റവന്യൂ ഓഫീസർ. അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഡിഫറൻസ് വാസ് ഈ ബ്രാൻഡും കാറ്റഗറിയും ഹോൾഡ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്ന ഒരു ടീം, ആൻഡ് റവന്യൂ ടീം ഇസ് വെയർ യുവർ ആമസോൺ P&L, യുവർ മെറ്റ ആഡ്സ് P&L, whose primary focus is revenue, while business objective over here is more consumer driven.
കൺസ്യൂമറിന് എന്താണ് വേണ്ടത്, ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ R&D ഒക്കെ ബിസിനസ് സൈഡിലാണ് വരിക. R&D വേറെ മാറ്റിയിട്ട് പിന്നെ വേറെ വേറെ സെപ്പറേറ്റ് Okay. ഇതിൽ ബ്രാൻഡും കാറ്റഗറിയും ബീങ് ക്ലോസ് ടു ദ കൺസ്യൂമർ. കൺസ്യൂമറിന് എന്താണ് ആവശ്യം അത് കറക്റ്റായിട്ട് നമ്മൾ ആഡ്സിലും കാര്യങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ആർ വി ബ്രിങ്ങിങ് ഇൻ സ്കെയിൽ, ഡസ് ദ PNL ലുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് PNL സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഇവരുടെ ഒബ്ജക്റ്റീവ് Okay. ഉണ്ടാവുക. അപ്പൊ So, ഇൻമൊബൈലത്തെ ഇൻമൊബീത്തെ ഇവിടെ CBO ആണ്. ആയിട്ട് ചേർന്ന്. അപ്പൊ ഇയാൾ ഇവിടെ CBO ആയിട്ട് ചേർന്നപ്പോൾ നമുക്ക് ലൈക്ക് ഓക്കെ, ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം അയാളെ പറ്റി കുറേ അടിപൊളി പ്ലേസസ് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. ആ. സോ ഇയാൾ ഇവിടെ വന്ന് ലൈക്ക് ഓക്കെ, മസ്റ്റ് ബി എ ഗുഡ് പ്ലേസ്. ഉം. അപ്പൊ ഞാൻ അങ്ങനെ അയാളുടെ ടീമിലേക്ക് അയാളുടെ സ്ട്രാറ്റജി ആൻഡ് ഓപ്പറേഷൻസ് പേഴ്സൺ ആയിട്ട് ഞാൻ അവിടുന്ന് സ്വിച്ച് ചെയ്തു. ഓ സ്വിച്ച് ഫ്രം ദർ. ഓക്കെ So I had a talk with the founder. Founder took a bet on me. Super glad. Founder said, okay, fine. You figure out what is the rules that are there. ഇത് ഡയറക്ട്ലി ഫൗണ്ടർ ആണ് ഹയർ ചെയ്തത്. Yes. So ആ സമയത്ത് ഏത് സ്കെയിലായിരുന്നു? that is around അന്നേരം around 200-250 crore 300. അന്നേരം Okay. year 2 ആയിരുന്നു. മൊസൈക്കിന്റെ year 2 ആണ്. ഓ ഇയർ 2 ആ റേഞ്ച് ഓഫ് സ്കെയിലിൽ എത്തിയിരുന്നു അവര്. So അപ്പോഴത്തേക്ക് അവർ ആ സ്കെയിലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓ So I knew ഇവർ ഫാസ്റ്റ്ലി ഗ്രോയിങ് ആണ്. They're backed by the biggest funds. They're backed by Matrix, Sequoia, Lightspeed, almost all the good VCs. are there. എല്ലാരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ആ. The founder has already built out businesses, is an ex-VC, very credible in the industry, has proven work. The team is wonderful. So almost all the things that you want to check box in a startup, Mosaic had. അല്ല എനിക്കിപ്പോഴും ഇതിൻ്റെ അകത്ത് ഡൗട്ട്ഫുൾ അഗെയിൻ എനിക്ക് വീണ്ടും ഡൗട്ട് വന്ന് ഹൗ ആർ യു ഏബിൾ ടു ക്യാച്ച് ഓൾ ദീസ്? പിന്നെ നല്ല VC-കളാണ്, ഫൗണ്ടർക്ക് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്, ഇതൊന്നും ഏർലി ഇൻ ദ കരിയർ ആരും നോക്കാറില്ല. True. എനിക്കൊന്നത് നമ്മളെ കോളേജിൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിരുന്നു. എവറിബഡി യുവർ കോളേജ് മസ്റ്റ് ഹാവ് പ്ലേഡ് കോളേജിൽ അധികം ആൾക്കാരും പോകുന്നത് മെക്കൻസി, BCG, ബെയിനിലേക്കാണ്. That is already കൺസൾട്ടിംഗ് കമ്പനീസ്. so that is already at the pinnacle of most, let's say, ഈ aspirational jobs il already pinnacle ഉള്ളതാണ്. So when you're not going in that path and you're taking a different path, you want to ensure ഇതിലെടുത്താലും ടോപ്പിലേക്ക് തന്നെ എത്തണം. അത് ഫണ്ടേ ഒരു ക്ലിയർ ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് യു ആർ ഓൾവേസ് അസസിങ്. ഇതെടുത്ത് ഞാൻ വെൻ ഐ പിക്ക് അപ്പ് സംതിങ് ഐ എം നോട്ട് പിക്കിംഗ് അപ്പ് സംതിങ് എൽസ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹാസ് ടു ബി ദ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മൊസൈക്ക് എടുക്കുന്നത്. കോളേജ് മസ്റ്റ് ഹാവ് ബീൻ വെരി ഗുഡ്. എത്ര വയസ്സായെന്ന് പറഞ്ഞേ? റൈറ്റ് നൗ 25. സോ യു ആർ ജെൻസി. Yeah. കറക്റ്റ് ജെൻസി. ഐഡിയൽ ജെൻസി. 25 ഏജിൽ ഇത്രയും കൂടുതൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈൻഡ് ബോഗ്ലിംഗ് ഫോർ മീ. Pick that up. That's, I think we had to be, because I think if you get pushed around with the peers, you are the average of 5 people around you. If the 5 people around you are pushing hard, then you also have to push hard. കാരണം ദ മോസ്റ്റ് ഓഫ് ദ ടേംസ് നിങ്ങൾ പറയുന്ന മോസ്റ്റ് ടേംസ് it took me a while to understand all these terms, but you know it by the I age think I of have the 25. advantage of young this thing. I grew up directly in that generation, right? For example, when all of these AI terms are going to come in, more plays will come. We're like, oh, people are thinking AI first right now. Like, correct. for example, I did not as much. Like right now, we will start to. True. So I think our younger generation will always be much more kick-ass than us. Or I think every time it's that way. കറക്റ്റ്. അപ്പോൾ പിന്നെ നിങ്ങൾ സ്ട്രാറ്റജി ആൻഡ് ഓപ്പറേഷൻസിൽ മൂപ്പരണ്ടറിൽ കയറി. Then what happened? So I spent there total 3 years now. So I started off Stratenops എടുത്തു. അതിൽ കുറച്ച് ടെക് പ്രോഡക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. Worked on a few functions there. We were trying to solve for a few things. One of the things that we realized, first objective that I picked up was increasing average order value. So we realized, okay, for these 3 bands, we want to increase AOV. What can we do? ഓക്കെ, എന്തിനാണ് AOV കൂട്ടുന്നത്? ഫോർ ദ ഓഡിയൻസ് ടു അണ്ടർസ്റ്റാൻഡ്. Totally get it. So if we are doing customer acquisition through Meta, Google ഒക്കെ കസ്റ്റമറിനെ അക്വയർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മെട്രിക് ആണ് ROAS, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. നമ്മൾ എത്ര ഇറക്കുന്നു, എത്ര തിരിച്ചു വരുന്നു. അതെ, അതായത് ഇത്ര കാശ് നമ്മൾ ആഡ്സിൽ ഇട്ടു, ഇത്ര റവന്യൂ ആയിട്ട് തിരിച്ചു വന്നു. 1 ഇട്ടാൽ 4 കിട്ടും, അല്ലെങ്കിൽ 5 കിട്ടും. എക്സാക്ട്ലി. അപ്പോൾ ഈ ROAS നമുക്കറിയാം. ഈ ROAS കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന കോസ്റ്റ് കുറക്കണം, അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് തരുന്ന പൈസ കൂട്ടണം. യെസ്, only 2 options. അതെ, ഒരു ടീം മെനക്കെട്ടിട്ട് ROAS കുറക്കാൻ, CAC കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, കോസ്റ്റ് കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ. അപ്പൊ വേറൊരു ടീം നമ്മളെ പോലെ ഫോക്കസിങ് ടു ഇൻക്രീസ് AOV കൂട്ടുക. അപ്പൊ റവന്യൂ കൂടിയാലും നമ്മളെ ROAS ബെറ്റർ ആവും. ROAS ബെറ്റർ ആയാൽ കൂടുതൽ റവന്യൂ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെ. സോ അങ്ങനെയാണ്, അതാണ് AOV നമ്മൾ പിക്കപ്പ് ചെയ്യാനുള്ള കാരണം. സോ അങ്ങനെ AOV ഈ 3 ബ്രാൻഡ്സിലും പിക്കപ്പ് ചെയ്തു. സോ 3 ബ്രാൻഡ്സ് ആണ്. Mosaic Wellness Set was a house of brands. So they have 3 brands under it. Man Matters, Bodywise, Little Joys. Ipo recently 4th brand in US, Root Labs nannite. Okay. So these 3-4 brands that they had. At that time, the objective was how do we increase AOV across these 3 platforms. So Man Matters il nammal oru korchu strategies upayogichu. So over there korchu electronic health record undakka, alkare app il personalization, diagnosis ready aakka, angane korchu cheriya prashangal undayirunnu.
പിന്നെ നമുക്ക് ബോഡി വൈസിൽ റൂട്ടീന് ബിൽഡ് ചെയ്യുക, ലിറ്റിൽ ജോയ്സിൽ കുറച്ച് സാമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിക്കുക. വട്ട് എവർ സ്ട്രാറ്റജീസ് ദാറ്റ് വർക്ക്ഡ് ഔട്ട് അത് നമ്മൾ 3 ബ്രാൻഡ്സിലും ട്രൈ ഔട്ട് ചെയ്തു. AOV സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. സോ ദാറ്റ് വാസ് വർക്കിംഗ് വെൽ. പിന്നെ ഞാൻ മെല്ലെ ഐ റിയലൈസ് ഇപ്പം നമുക്ക് കുറച്ചൊരു ക്രോസ് ലേണിംഗ്സ് കിട്ടി. ഏതെങ്കിലും ഒരു PNL ഡീപ്പായിട്ട് പിക്കപ്പ് ചെയ്ത് സ്കെയിൽ ചെയ്താലേ നമ്മൾ ആ ബിസിനസ് സൈക്കിൾ പഠിക്കുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. ഓഡിയൻസിന് PNL എളുപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, PNL എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. നമ്മളൊരു ബിസിനസ് ഇപ്പം നമ്മൾ സ്കെയിൽ ചെയ്ത് കൊണ്ടുവന്നാണെങ്കിൽ ആ ബിസിനസ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിരിക്കും. സോ അത് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് വരവ് എവിടെയാണ്, ചെലവ് എവിടെയാണ്, അവസാനം പൈസ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ, അതെ, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അത് ഓൺ ചെയ്യണം. അതാണ് PNL ഓണർ. അതാണ് ഒരു PNL ഓണർ. അതായത് യു ആർ റെസ്പോൺസിബിൾ ഫോർ അൾട്ടിമേറ്റ്ലി ആ നെറ്റ് പ്രോഫിറ്റിന് റെസ്പോൺസിബിലിറ്റി PNL ഓണറിനാണ്. യെസ്. സോ നമ്മള് സിൻസ് വി വർ ഹൗസ് ഓഫ് ബ്രാൻഡ്സ് കുറേ PNLs ഉണ്ട്. സോ മാൻ മാറ്റേഴ്സ് ഉണ്ട് ഒരു PNL ഉണ്ട്, ബോഡി വൈസ് ഉണ്ട്, ലിറ്റിൽ ജോയ്സ് ഉണ്ട്, മാൻ മാറ്റേഴ്സ് തന്നെ ഹെയർ ബിയർഡ് ന്യൂട്രീഷൻ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ പിന്നെ അവര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാൻ മാറ്റേഴ്സിൽ തന്നെ മൾട്ടിപ്പിൾ PNLs ഉണ്ടല്ലോ, ഹെയർ ഉണ്ടല്ലോ. സോ ഹെയർ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് മൊസൈക്ക് ഫസ്റ്റ് തുടങ്ങിയ PNL ആയിരുന്നു ഹെയർ. ഫസ്റ്റ് മൊസൈക്ക് വെൽനസിന്റെ ബ്രാൻഡ് ആയിരുന്നു മാൻ മാറ്റേഴ്സ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു ഹെയറിലായിരുന്നു. ഓക്കെ. സോ അങ്ങനെ സ്കെയിൽ ചെയ്ത് ഐ ജോയിൻഡ് അറൌണ്ട് year 2. സോ year 2 to year 5 നമ്മൾ ആ ഒരു ബ്രാൻഡിങ്ങനെ ഗ്രോ ചെയ്ത് വന്നു. അറൌണ്ട് 10-15 days back I have left my job. പ്രത്യേകിച്ച് പണിയുന്നില്ല. പണി നമുക്ക് ഉണ്ടാക്കാം, ഇതിന് ശേഷം പണി വന്നോളൂ. ഓക്കെ. അപ്പോൾ ഇത് സ്കെയിൽ ചെയ്തപ്പോൾ PNL ഓൺ ചെയ്തപ്പോൾ അറ്റ് വാട്ട് സ്കെയിൽ വാസ് ഇറ്റ്? സോ ഞാനെടുത്ത സമയത്ത് ഹെയറിൻ്റെ ഒരു PNL നമ്മൾ ഏകദേശം ഒരു 40-50 കോടിയിലായിരുന്നു. നമ്മളിത് ദ റേസ് വാസ് ടുവേർഡ്സ് ഒരു 100 crore എത്താന്നുള്ളത് ആ ഒരു ജേർണിയിലാണ് നമ്മളിപ്പോഴും. ആ ഒരു ജേർണി ഇങ്ങനെ പോയിക്കൊണ്ട് വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് ദെയർ. ഓവറോൾ ബിസിനസ് ദ ഗോൾ ഇസ് ഇന്ത്യ. ഇപ്പം ഹെയറിൻ്റെ ഒരു PNL സ്കെയിൽ ചെയ്തു. ഹൗ ഡു വി സ്കെയിൽ ദിസ് ജോഗ്രഫിക്കലി? ഇപ്പം UAE മാർക്കറ്റിൽ കളിക്കാൻ തുടങ്ങി, US മാർക്കറ്റ്സിൽ കളിക്കാൻ തുടങ്ങി. സോ ദ മോർ ഓഫ് സ്കെയിൽ ഇസ് ഓൾസോ കമ്മിങ് ഫ്രം അൺലോക്കിംഗ് ന്യൂ PMF. ഒരു പുതിയ PMF റാക്ക് ചെയ്യുക. സോ അപ്പോൾ പുതിയൊരു PMF നമുക്ക് റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഓഡിയൻസസ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, പുതിയ റവന്യൂ കിട്ടും. കറക്റ്റ്. ഒരു സ്റ്റെപ്പ് ബാക്ക്, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസ്? ഇതിനൊരു പിന്നെ ടാം ഉണ്ട്, ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ. ഹൗ ഈസ് ദാറ്റ് ഡൺ ഇൻ ഫ്രം പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇത് ആദ്യം തീരുമാനിക്കില്ല ഞങ്ങൾക്ക് ഇത്ര കോടി റവന്യൂ ആണ് വേണ്ടത്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മൊത്തത്തിൽ ഐ നീഡ് ദ ഫുൾ. അപ്പോൾ എങ്ങനെയാണ് ആ മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്? സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഇസ് ഐഡന്റിഫൈങ് വൈറ്റ് സ്പേസ്. നമ്മളൊരു മാർക്കറ്റിലേക്ക് ഐഡന്റിഫൈങ് ഒരു മാർക്കറ്റിൽ നമ്മളിപ്പം ഏതൊരു മാർക്കറ്റ് എടുത്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെയറിന്റെ കാറ്റഗറിയാണ് എടുത്തരാം. ഹെയറിന്റെ കാറ്റഗറിയിൽ നമുക്ക് മാർക്കറ്റിന് ആദ്യം ഒന്ന് തിരിക്കാൻ പറ്റും. ഹെയർ കെയർ ഉണ്ട്, ഹെയർ ഫോൾ റിഡക്ഷൻ ഉണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്. സോ മാർക്കറ്റിൽ തന്നെ ആൾക്കാർക്ക് എന്ത് കൺസേൺസ് ആണ് ഉള്ളത്, അതിനെന്ത് പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് ആദ്യം ഒന്ന് പഠിക്കണം. ഇത് എവിടെ നിന്ന് പഠിക്കാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സെർച്ച് ട്രെൻഡ്സ്. സോ സെർച്ച് ട്രെൻഡ്സിൽ നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സ് ഉപയോഗിക്കാം. രണ്ടാമത്തത് ആമസോണിലുള്ളത്. ഇപ്പോൾ ഹീലിയം പോലത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആമസോൺ നമുക്ക് ഫുൾ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇതൊന്നും നമുക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് സെർച്ചിൽ എത്ര വോളിയം കിടക്കുന്നുണ്ട്, എത്ര പൈസ ഉണ്ട് ഈ മാർക്കറ്റിൽ എന്നുള്ളത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് ടാം എത്രയാണെന്നുള്ളത് മനസ്സിലാവും. അല്ല, പക്ഷെ അത് നമ്പർ ഓഫ് സെർച്ചസ് അല്ലേ കിട്ടുള്ളൂ? നമ്പർ ഓഫ് സെർച്ചസ് കിട്ടുള്ളൂ. ഹീലിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ ഓരോ യൂണിറ്റ് എത്ര വെക്കുന്നുണ്ടെന്ന് തിരിയും. സോ ഒരു കാറ്റഗറിക്ക് മൊത്തത്തിൽ എത്ര സ്കെയിൽ ഉണ്ടെന്ന് മനസ്സിലാവും ഓൺ ആമസോൺ. അപ്പൊ നമ്മളതൊന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ട് എത്ര ഉണ്ടാവും നമ്മൾ ഒന്ന് എക്സാജറേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാർക്കറ്റ് സൈസിങ് ചെയ്യാൻ പറ്റും ഡിജിറ്റലി ഇത് എത്ര ഉണ്ട്. സോ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കണം, ഓക്കെ ഇത് ഓൾറെഡി കളിക്കുന്ന മാർക്കറ്റ് ആണോ, ഇതിൽ കളിക്കാൻ നമ്മൾ ഇറങ്ങാൻ പോവാണെങ്കിൽ എത്ര റവന്യൂ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആ ഒരു വൈറ്റ് സ്പേസ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, വൈറ്റ് സ്പേസ് ആണ് ഇത്ര റവന്യൂ ഈ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുമെന്നാണോ? ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നമ്മൾ എവിടെയാണ് കളിക്കാൻ പോകുന്നത്, അവിടെ എവിടെയാണ് ഗ്യാപ്പ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷാംപൂവിന്റെ കേസ് എടുത്താൽ എല്ലാവരും ഇപ്പോൾ ഒരു 200-300 റുപ്പീ ഷാംപൂ വാങ്ങുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഓക്കെ ഒരു 600-700 ഷാംപൂവിന്റെ നീഡ് ആൾക്കാർക്ക് ഉണ്ട് എന്ന് നമുക്ക് കൺസ്യൂമറിന്റെ അടുത്ത് മനസ്സിലായാലേ. സോ ഇതിൽ വേറൊരു മേജർ തിങ് ദാറ്റ് വി നീഡ് ടു ഗെറ്റ് ഇസ്, although we do keyword research and everything, the most important thing is consumers talking to users. Now we talk to users through forms, through this thing. You wouldn't believe I spent close to 70,000 rupees just on talking to 10 people about how their shampooing habit is. This is the importance of that consumer insight. എന്താണ് നമ്മളുടെ ഇൻസൈറ്റ് ദാറ്റ് വി ആർ പ്ലേയിങ് ഫോർ? ആ ഇൻസൈറ്റ് ട്രൂ ആണ് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറ്റണം ബിഫോർ 70,000 rupees to talk to 10 people. മനസ്സിലായില്ല. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, നമ്മളൊരു ഷാംപൂ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് വി റിയലൈസ്ഡ് ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ 600 റുപ്പീ ഷാംപൂ നമ്മൾ ഇറക്കാൻ പോകുന്നതാണ്, 500-600 റുപ്പീ. ഇന്ന് ഈ ഷാംപൂ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരാണ്? സോ നമ്മളത് നോക്കി, സെബാമെഡ് യൂസ് ചെയ്യുന്നുണ്ട്, ലോറിയൽ പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഈ ആൾക്കാരാ നമ്മളൊരു ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞ്
find me users of this brand. Ah. So then they will find it for us. അപ്പോൾ അങ്ങനെ ഒരു 10 ആൾക്കാർക്ക് 70,000 രൂപ കൊടുത്തിട്ട് ഒരു നിങ്ങൾ കാശ് അങ്ങോട്ട് എടുത്ത് കാശ് അങ്ങോട്ട് കൊടുത്ത്. It's like just come sit and talk to me. Because we are about to play into a 10-100 crore game. So that 70,000 is okay to spend if you are going to play such a big game. ഈവൻ ബിഫോർ പ്ലേയിങ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഇനി പറ ഇനി പറ നിങ്ങൾ എന്തുകൊണ്ട് മാറി, വാട്ട് ഇസ് ദ ഇൻസൈറ്റ് ബിഹൈൻഡ് യു ചേഞ്ചിങ് യുവർ ഷാംപൂ. സോ ഇഫ് യു ആർ യൂസിങ് പണ്ടൊരു 200-300 രൂപേന്റെ ഷാമ്പു ഉപയോഗിക്കുന്ന ഒരു ചങ്ങായി എന്തിനാണ് 600 രൂപയിലേക്ക് മാറി എന്നുള്ള റീസൺ മനസ്സിലായാൽ മാത്രമാണ് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ആ ഇൻസൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോൾസ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ മത്സരിക്കാൻ പോണ ലൊറൈൽ പോലെ ഭയങ്കര എസ്റ്റാബ്ലിഷ് പ്ലെയർ ആയിട്ടാണ്. എക്സാക്ട്ലി. പക്ഷെ അതൊരു ഇന്ത്യ ഗെയിമാണ് നിങ്ങൾ കളിക്കാൻ പോണത്. യെസ്. അതായത് അവരെ റീപ്ലേസ് ചെയ്യുക, അവർ തന്നെ ആ മാർക്കറ്റ് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുക. സോ ഇവിടെ 2 പ്ലേസ് ആണുള്ളത്. ഈതർ ദർ ഇസ് മാർക്കറ്റ് ക്യാപ്ചറിങ്, ദെൻ ദർ ഇസ് മാർക്കറ്റ് ക്രിയേഷൻ. സോ ഒന്നെങ്കിൽ നമുക്കൊരു പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കാറ്റഗറിയിൽ നമുക്ക് ഷെയർസ് പിടിച്ചെടുക്കാൻ പറ്റും. സോ വിച്ച് വൺ ആർ വി പ്ലേയിങ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റ് സ്പേസ്. സോ ഇഫ് യു ആർ ഗോണ പ്ലേ ഇൻ എൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വിത്ത് എക്സിസ്റ്റ്, ദെൻ ആ വൈറ്റ് സ്പേസ് നമ്മൾ കാണും. ഓക്കെ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയൊരു ഹാർഡ് ഫാക്ട് മാർക്കറ്റ്, ലൈക്ക് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു സാധനം ഞാൻ നാട്ടുകാരെ പഠിപ്പിച്ച് ഞാൻ വിൽക്കും. പക്ഷെ അത് സമയമെടുക്കും. ദാറ്റ് ഇസ് കാറ്റഗറി ക്രിയേഷൻ. അതിന് സമയം വേണം, പൈസ വേണം, അല്ലെങ്കിൽ വൈറാലിറ്റി വേണം. ഇന്നുള്ളൊരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കോണ്ടന്റ് ഉണ്ട്. പണ്ട് ആട്ടുകാരുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഇത്ര വലിയ ഡിസ്ട്രിബ്യൂഷൻ. പണ്ട് ഇന്ത്യയിലേക്കൊക്കെ ഒരു പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെത്തിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാഡ് ടു ഹാവ് കണക്ഷൻസ് വിത്ത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട്. അതുകൊണ്ട് മാത്രമാണ് യൂണിലിവർ, PNG, ഇവർക്കൊക്കെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നെസ്ലെ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. അപ്പൊ ഇന്ന് കോണ്ടന്റ് ഹാസ് ക്രാക്ക് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ. So the same thing is, if you're doing category creation, then you have to build that distribution also. So through content today, that's a great play. Content illude നമുക്ക് ആ distribution build ചെയ്യാൻ പറ്റും. But category creation ചെയ്യുന്നതെങ്കിൽ it takes time, money and effort. Existing marketലാണെങ്കിലും it's not that it does not take, but over there is an existing demand for it. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടി ഈസിയർ ആണ്. There's a playbook. If there is a playbook നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത്, കാരണം എപ്പോഴും നമ്മൾ പുതിയ പ്ലേബുക്കുമായിട്ട് മാർക്കറ്റിൽ വരേണ്ട ആവശ്യമില്ല. You don't need to reinvent the wheel every time. If it works, it works. We just have to follow it. അല്ല, അപ്പൊ ആ പ്ലേ ബുക്ക് എവിടെ നിന്ന് കിട്ടും? സോ ഓൾറെഡി നമ്മളെ പോലത്തെ അതർ പ്ലേയേഴ്സ് സിമിലർ മാർക്കറ്റ്, സിമിലർ ജോഗ്രഫിയിൽ കളിച്ച ആൾക്കാരുണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്തോനേഷ്യൻ മാർക്കറ്റ്സ് നമുക്ക് നോക്കാം, സിംഗപ്പൂർ മാർക്കറ്റ്സ് നോക്കാൻ പറ്റും. വി ക്യാൻ ലുക്ക് അറ്റ് US. കാരണം സോ ഫോർ എക്സാമ്പിൾ പ്ലേ ബുക്സ് അധികം പോകുന്നത് ചൈനയിൽ വർക്കായ കുറേ സാധനങ്ങൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ US വർക്ക് ആവും. US വർക്ക് ആയി കഴിഞ്ഞാൽ 2-3 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയിൽ വർക്ക് ആവും. സോ ആ ഒരു പ്ലേ ബുക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലോബലി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈവ് കോമേഴ്സ് ചൈനയിൽ പണ്ടേ വളരെ വലുതാണ്. ഇപ്പം വിത്തിൻ ദ ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ മാത്രമാണ് US ടിക്ടോക്ക് ഷോപ്പ് ഒക്കെ വന്നിട്ട് സ്കെയിൽ ആയിട്ടുള്ളൂ. ഇന്ത്യയിൽ അത് ഇപ്പോഴും ക്രാക്ഡ് അല്ല. പക്ഷേ ഇൻഫ്ലുവൻസർ സ്റ്റാർട്ടിംഗ് ടു ബിക്കം ബിഗ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് സ്ലോലി ദാറ്റ് വിൽ ഓൾസോ ബിക്കം ബിഗ്. സോ വി ക്യാൻ സീ ദാറ്റ് മാർക്കറ്റ് ട്രെൻഡ്സ് പ്ലേ ബുക്സ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് അഡോപ്റ്റ് ചെയ്തിട്ട്, സോ നമ്മൾ ഏതൊരു പ്ലേസിൽ കളിക്കുന്നതാണെങ്കിലും ഐ തിങ്ക് വാട്ട് എവർ ദാറ്റ് പ്ലേ ബുക്ക് ഇസ് എ ഫേമസ് പ്ലേ ബുക്ക് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. ഇഫ് യു ക്യാൻ റെപ്ലിക്കേറ്റ് ദാറ്റ് ആൻഡ് ആഡ് യുവർ ഓൺ ടച്ച് ടു ഇറ്റ്, യു ഹാവ് എ മച്ച് ബെറ്റർ ഓഡ്സ് ഓഫ് സക്സസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്ത ചോദ്യം അവിടെ ഉണ്ട്. പ്ലേ ബുക്ക് നമ്മൾ പറയുന്നുണ്ട്, ഈ പ്ലേ ബുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണോ? പ്ലേ ബുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നല്ല. പ്ലേ ബുക്ക് നമുക്ക് പക്ഷേ നെറ്റിൽ ഒരു നമ്മളങ്ങ് എൻഗ്രോസ് ചെയ്ത് അങ്ങോട്ട് ഇരുന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മറ്റേ ആഡ്സ് ലൈബ്രറി. ഇവരെന്ത് നാരറ്റീവാണ് വെക്കുന്നത്. സോ നമ്മൾ ഈ പ്ലേ ബുക്ക് എന്ന് പറയുന്നത് എങ്ങനത്തെ ആഡ് ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമല്ല. സോ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ റിയലൈസ് ഇസ് പീപ്പിൾ spend so much effort and focus on the production of ads and less on the thinking of ads. If you spend more time thinking on the ads, you will have to produce a lot more content. So എങ്ങനെങ്കിലും 10 ആൾക്കാരെ കൂട്ടിയിട്ട് കുറേ പ്രൊഡക്ഷൻ ബജറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ആഡ് ഫിലിം ഉണ്ടാക്കിയിട്ട് പെർഫോമൻസ് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക്. കാരണം നമ്മൾ ഇൻസൈറ്റ് ട്രൂ ആവണമെന്നില്ല. ഇൻസ്റ്റെഡ് നമ്മൾ മാക്സിമം ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യുക, അതിനുള്ള ആഡ്സ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. Once you know what works and what sells, then you double down on it. So നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ പ്ലേ ബുക്ക് എന്ന് പറയുന്നത് is figuring out what sells where and how do they sell it. അതായത് ബേസിക്കലി അവരെ ഇപ്പൊ ഇങ്ങനത്തെ പോഡ്കാസ്റ്റുകളൊക്കെ ഇരുന്ന് അപ്പൊ ആ ഫൗണ്ടേഴ്സിന്റെ പോഡ്കാസ്റ്റ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജേർണി കിട്ടും. ട്രൂ. എന്താണ് what is the journey job ആണ് to be പ്ലേ done? ബുക്ക്. Yeah, that journey on what is the story that they're trying to sell, what is the channels that they used, what kind of ads will convert for them. So there's a lot of things ഒരു പ്രൂവ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് നമ്മൾ അഡാപ്റ്റ് ചെയ്താൽ മാത്രം മതി അവിടെ. ഓക്കെ. സോ ഈ ഒരു പ്ലേ ബുക്ക് ഐ തിങ്ക് നമ്മൾ കുറച്ച് ടൈം ഇഫ് യു സ്പെൻഡ് ഇൻ മെറ്റാ ആഡ്സ് ലൈബ്രറി, ഇഫ് യു സ്പെൻഡ് സം ടൈം ഓൺ ദെയർ വെബ്സൈറ്റ്, ബിക്കം ദെയർ കൺസ്യൂമർ. ആദ്യം യു ജസ്റ്റ് ബിക്കം ദെയർ കൺസ്യൂമർ ആൻഡ് സീ ഹൗ ഇസ് ദാറ്റ് കൺസ്യൂമർ ജേർണി ഫുൾ ലൈക്ക്. പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട മെസ്സേജ് വരുന്ന മെസ്സേജസ് എല്ലാം, ആ പോസ്റ്റ് പർച്ചേസ് ജേർണി, പ്രീ പർച്ചേസ് ജേർണി, അതൊന്ന് ഒരു കോമ്പറ്റീറ്ററിന്റെ 2-3 കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ ഫുള്ളി മാപ്പ് ഔട്ട് ചെയ്ത് നമുക്കറിയാം. ഓക്കെ, ദിസ് ഇസ് ദ ജോബ് ടു ബി ഡൺ. ഓക്കെ,
അപ്പോൾ അവിടെ നിന്നാണ് ഇത് പഠിക്കുക. ഐ തിങ്ക് ഓക്കെ, അപ്പം മാനുഫാക്ചേഴ്സിൽ കയറി. സോ യു ഓൾറെഡി ഹാഡ് എ പ്ലേ ബുക്ക് എക്സിക്യൂട്ട്. ഇപ്പം നമ്മൾ പിന്നെ അഡ്രസ്സബിൾ മാർക്കറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കി. നമുക്ക് ഹീലിയം വെച്ചിട്ട് ആമസോണിന് ഡാറ്റ കിട്ടും. പ്ലസ് യു സി ആ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് പറയും. 70,000 കൊടുത്ത് കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി എന്താണ് വർക്ക് ചെയ്യുന്നത്. സോ അത് ബേസിക്കലി അവിടെ പ്ലേ ബുക്ക് ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ? നിങ്ങൾക്ക് നോക്കാൻ വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ഉണ്ടായിരുന്നോ ഇൻ ദിസ് മാർക്കറ്റ് ഓർ അതർ? സോ മാൻ മാറ്റേഴ്സ് ബോഡി വൈസ് പോലെ തന്നെ ഒരു സിമിലർ പ്ലേ കുറെ മുന്നേ ചെയ്ത US ലും UK ലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഹിംസ് ആൻഡ് ഹേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. സോ അവരും ഒരു സ്റ്റാർട്ടഡ് വിത്ത് ഹെയർ ഫോൾ സോൾവിങ് ഫോർ ഡോക്ടേഴ്സ്. സോ ആ ഒരു പ്ലേ ബുക്ക് ഉണ്ടായിരുന്നു. സോ ഏകദേശം എല്ലാ ഇൻഡസ്ട്രീസിലും നമുക്കൊരു റെപ്ലിക്കബിൾ പ്ലേ ബുക്ക് ഉണ്ടാവും. വി ഡോണ്ട് എൻഡ് അപ്പ് റെപ്ലിക്കേറ്റിംഗ് ഇറ്റ് 100%. കറക്റ്റ്, പക്ഷേ നമുക്കൊരു ആഡ് ചെയ്യും. ടച്ച് ആഡ് ചെയ്യാനുണ്ടാവും. പക്ഷെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഐഡിയാസ് ആർ നോട്ട് ന്യൂ ഐഡിയാസ്. Correct. There's only very few new ideas. If you have that, great, patent it. Correct. I think there was that recent Navalന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. Yeah. It is very easy to identify first time founders. കാരണം first time founders വളരെ secretive ആയിരിക്കും. ഒന്നും പറയില്ല, പുറത്തറിയില്ല. Second time founders will start എല്ലാം screaming it on പറയും. their lungs because they've Correct. already tried it once and they're like, please somebody listen to it. കറക്റ്റ്. So അതൊരു സാധനം ഉണ്ടായിരുന്നു. So most ideas are not the first time somebody is trying it. So there are people who have tried before you, learn from the mistakes that they made and try to do a better job. അവരെ കാട്ടിലും അതാണ് Okay. എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു 70,000 റുപ്യ കൊടുത്തിട്ട് പിന്നെ 10 ആൾക്കാരോട് സംസാരിച്ച ഗാനങ്ങളൊക്കെ മനസ്സിലാക്കി. വാട്ട് നെക്സ്റ്റ്? ഇനി നമുക്ക് വേണ്ടത് എന്താണ് കൺസ്യൂമേഴ്സിന്റെ നീഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഭയങ്കര ഇൻസൈറ്റ് ആട്ടോ. അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഞാൻ സംസാരിച്ചു വന്നില്ലേ? സോ ഇതിൽ പോലെ തന്നെ നമ്മൾ കൺസ്യൂമർ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കുന്നതിൽ വേറൊരു പ്ലേ ദാറ്റ് ഐവ് സീൻ ബീങ് ഡൺ ഇസ് ആഡ് ഉണ്ടാക്കും, ആഡ് ഓടിക്കും, ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുവരും, പർച്ചേസ് ചെയ്യിപ്പിക്കും, പ്രോഡക്റ്റ് അയച്ചു കൊടുക്കില്ല, ക്യാൻസൽ ചെയ്ത് പൈസ അയച്ചു കൊടുക്കും. സോ ദിസ് ഇസ് ബേസിക്കലി നമ്മൾ ഈ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികവും ചെയ്യുന്നത് ഫോം അയച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ വാങ്ങുമോന്ന് ചോദിച്ചു അതെ, ഫോം സപ്ലൈ ചെയ്യും. അതിൽ കുറെ നമുക്ക് ഫോൾസ് പോസിറ്റീവ്സ് കിട്ടും. വെറുതെ ആൾക്കാർ നമ്മൾ മോട്ടറാക്കിയിട്ട് ഇത് വർക്കാവും എന്നുള്ളൊരു സാധനം. സോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഉണ്ടാക്കും, പ്രൊഡക്റ്റിന്റെ 3D റെൻഡർ എടുത്തിട്ട് ആഡ് ഉണ്ടാക്കും, ഷോപ്പിഫൈയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും, പർച്ചേസ് ചെയ്യിപ്പിക്കും, എന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ പർച്ചേസ് ചെയ്തത്. ബിക്കോസ് ഇഫ് യു ക്യാൻ ഗെറ്റ് ദ മണി ഔട്ട് ഓഫ് ദ യൂസർ. ചീത്തയേക്കും, സോറി നമ്മൾ പ്രൊഡക്റ്റ് അത് എന്തെങ്കിലും പറഞ്ഞിട്ട്. കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു 1,00,000 ആൾക്കാർക്ക് വിൽക്കാനുള്ള ഉദ്ദേശത്തില്ല. ഇതൊരു 100 ആൾക്കാരോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈറ്റ് കിട്ടും ഇവരെന്തിനു വാങ്ങി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാരണം തന്നെയാണോ നമുക്ക് വിൽക്കാനുള്ള കാരണവും ആ കൺസ്യൂമർ ഇൻസൈറ്റ് സ്ട്രോങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. വിച്ച് ഇസ് റൺ ആഡ്സ് ബിഫോർ യു ഗിവ് യുവർ മാസ് ഓർഡർ ടു യുവർ സപ്ലയർ. സപ്ലയറിന് ഈ 1,00,000 MAQ എടുത്തിട്ട് വീട്ടിൽ കൂത്തുണ്ട്, ഇനി ഇതെങ്ങനെ വിൽക്കും ആലോചിക്കുന്നതിന് മുന്നേ imagine if you had that supply, can you sell? If you can already sell and prove it, then it's easier to go and you will have more confidence to go to the supplier. So ആ ഒരു പ്ലേ നമ്മളൊരു പുതിയൊരു മാർക്കറ്റിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതാ ചെയ്യുക. നമ്മൾ പണ്ട് ഇന്തോനേഷ്യയിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാൻ ചിന്തിച്ച സമയത്ത് ഒരാൾ അവിടെ പോയി മാർക്കറ്റൊക്കെ പഠിച്ച് അവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിച്ച് ബേസിക് സപ്ലയർ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി പ്രൊഡക്റ്റ് എന്താ ആവാൻ പോകുന്നുള്ളൊരു സ്പെക്കുലേഷൻ ഉണ്ടാക്കി പ്രൊഡക്റ്റിന്റെ ഇമേജ് ഉണ്ടാക്കി ആഡ് ഓടിക്കൽ തുടങ്ങി. അവിടെ ആഡ് ഓടിക്കൽ തുടങ്ങിയതിന് ശേഷം then we realize okay this is perfect. ഇവിടെ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള നമുക്ക് ആ കൺസ്യൂമേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗാദറിംഗ് ദാറ്റ് കൺസ്യൂമർ ഇൻസൈറ്റ് ഇസ് ദ കീ ജോബ് ടു ബി ഡൺ ഓവർ ദർ. സോ വട്ട് എവർ ഇസ് ദ ബെസ്റ്റ് വേ ടു ഡു ദാറ്റ് വി വുഡ് ട്രൈ ദാറ്റ് ഔട്ട്. ഏത് വിധത്തിനും കൺസ്യൂമർ ഇൻസൈറ്റ് എടുക്കുക അറ്റ് ദ ലീസ്റ്റ് കോസ്റ്റ്. അത് പിന്നെ കൺസ്യൂമർക്ക് അങ്ങോട്ട് പേ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൺസ്യൂമറെ പറ്റിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ബിക്കോസ് ഹി ഈസ് റെഡി ടു ബൈ. വി വിൽ ബിക്കോസ് ഇഫ് ദിസ് പേഴ്സൺ ഹസ് ഷോൺ ഇന്റന്റ്, നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യം പോരുടെ അടുത്താണ് ആൻഡ് വിൽ ഗിവ് ദ പ്രോഡക്റ്റ് ഫോർ ഫ്രീ ബിക്കോസ് ബ്രോ ഗിവ് മീ യുവർ ഫീഡ്ബാക്ക്. അത് ചെയ്യാം. കാരണം അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ബിക്കോസ് ഇഫ് ദ ഇൻസൈറ്റ് ഇസ് ട്രൂ, എവറി ബിസിനസ് ഈസ് മോസ്റ്റ് പ്രോബ്ലി ഓൺ ദാറ്റ് ഇൻസൈറ്റ്. ടു ബി ഓണസ്റ്റ്, ഇതിൽ എനിക്ക് ഐ ഹാഡ് ദിസ് വൺ ടെയിൽ ഓഫ് എ ഫ്രണ്ട്സ് ഫ്രം DU that on consumer insight. So they started a language startup, that Lanstitute one. So they started that. They realized they were trying to teach foreign language. But what is the consumer insight for which they're teaching? Once they started trying to sell, they realized ഇതിൽ മാർക്കറ്റ് കിടക്കുന്നത് ജർമ്മൻ നേഴ്സസിനാണ്. സോ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹമുള്ള നേഴ്സസിന് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ആൾക്കാർ വരുന്നത്. They really pivoted that business around to now to looking at HR solutions wherein you're solving for medical requirements that are there in different countries. That's not the place that they would have probably started with. Appa consumer insight is stronger aanusaരിച്ച് businesses will keep pivoting. And we keep seeing that play with, let's say, Paytm, with everybody. They keep pivoting to figure out what is the new market. Ipo Paytm first start ചെയ്ത സമയത്ത് കോളർ ട്യൂൺ കാര്യങ്ങൾ, പക്ഷെ ഇന്ന് Paytm ഗോൾഡ് വരെ വെക്കുന്നുണ്ട്. So that pivoting happens with the consumer insight.
ആ ഇൻസൈറ്റ് എത്രത്തോളം ട്രൂ ആയിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് മോസ്റ്റ് ബിസിനസ്സസ് ആർ ആൻ അണ്ടർലൈൻ ടു ഹൗ ഗുഡ് ദർ ഇൻസൈറ്റ്. ബേസിക്കലി യു ഷുഡ് ബി വെരി ക്ലോസ് ടു യുവർ കസ്റ്റമർ. വെരി ക്ലോസ്. എപ്പോഴും സംസാരിച്ചുകൊണ്ട് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ മാൻമാറ്റേഴ്സിൽ എനിക്കൊന്ന് ഒരു ആഴ്ച നമ്മളോട് 100 കോൾസെങ്കിലും ചെയ്യാൻ പറയും. വെറുതെ റാൻഡം കസ്റ്റമേഴ്സിനെ നമ്മളെ ഓർഡേഴ്സ് എടുത്തിട്ട് വിളിച്ചു നോക്കുക. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ പോകുന്നത്, ഹൗസ് ഇറ്റ്, ആർ യു ലൈക്കിംഗ് ഇറ്റ്, ഡു യു ഹാവ് എ പ്രോബ്ലം, ഡിഡ് ഇറ്റ് സോൾവ് യുവർ പ്രോബ്ലം. ഈ കൺസ്യൂമർ ഇൻസൈറ്റ്സ് വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ റെലവെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി ദ ബിഗ് അഡ്വാൻറ്റേജ് ദാറ്റ് D2C ഹാസ്. നമ്മളൊരു D2C ഷോപ്പിഫൈ ഓണറും പോലത്തെ ഒരാളും ആൻഡ് എ ട്രഡീഷണൽ ബിസിനസ്സിൽ സെല് ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം is that we can be close to the consumer. We have his mobile number, we have his number, we have his email ID. We can actually call the consumer. So then that gives us a lot more insights than, let's say, when you don't know who your end consumer is. Correct. How the difference is D2C ഉള്ളത്. ഓക്കെ, അപ്പം പിന്നെ ഇത് ഫിഗർ ഔട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സോ നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഫിഗർ ഔട്ട് ചെയ്ത് ലൈക്ക് വൈറ്റ് സ്പേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് 3 jobs. അക്വയർ, കൺവേർട്ട്, റീറ്റെയിൽ. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അക്വയർ ചെയ്യാനുള്ള വാട്ട് ഇസ് ദ ചാനൽ ചൂസ് ചെയ്യുക അവിടെ. സോ നമുക്ക് മെറ്റ, ഗൂഗിൾ, വാട്ട് എവർ ഇസ് യുവർ അക്വിസിഷൻ സ്ട്രാറ്റജി, യു അക്വയർ, you convert them using your landing pages, you retain them using your WhatsApp or whatsoever that you have. Okay. This is the job to be done. When you're doing this, can you do this profitably? That is the job, I think, as a brand manager also for any of these brands, that's your job to do. Can you acquire, convert and retain them profitably? Okay. Do that at scale. If the business model works at scale, then it's perfect. If it works at smaller scale and you keep pumping more money into it, last scale lum adu hold cheyan pattuengil we have a profitable business. ഈ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാന്ന് പറയുന്നത് വെറും ഒരു പൈസന്റെ ഫംഗ്ഷൻ ആണ്. പൈസന്റെ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാം. അല്ലാണ്ട് അതിലൊരു പ്രത്യേകിച്ച് ഒരു സ്കില്ലൊന്നും ഇല്ല. ട്രൂ, നമ്മൾ ആഡ് ഓടിക്കണം, അത് ചെയ്യണം. പക്ഷെ പൈസ ശരിക്കും ഉണ്ടാക്കുന്നത് റിട്ടൻഷനിലാണ്. ഫസ്റ്റ് ഓർഡർ അധിക ബിസിനസിനും പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. സെക്കൻഡ് ഓർഡറിലാണ് റവന്യൂ. സോ ബിസിനസ് അടിപൊളിയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ വന്നോളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ PMFന്റെ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് റിട്ടൻഷൻ. പ്രോഡക്റ്റ് അടിപൊളിയാണെങ്കിൽ റിട്ടൻഷൻ ഉണ്ടെങ്കിൽ ദേ നോ യുവർ പ്രോഡക്റ്റ് ഇസ് ഗുഡ്. കാരണം എല്ലാത്തോനും ഒരു തൊട്ട് പൊള്ളിയിട്ട് പിന്നെ വരില്ല. അപ്പം ഇഷ്ടപ്പെട്ട ചങ്ങയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കും. സോ ഹൈ റിട്ടൻഷൻ ബിസിനസ്സസ് ആണ് എനിക്കൊന്ന് D2Cയിൽ എപ്പോഴും വിൽ ബി ദ വിന്നർ ത്രൂ ഔട്ട്. അപ്പൊ അതിന്റെ അതൊരു പ്ലേ ബുക്ക് ഉണ്ട്. ഇത്ര ആൾക്കാരങ്ങ് റീറ്റെയിൻ ആവണോ, ഓർ സെക്കൻഡ് ഓർഡർ ഓർ തേർഡ് ഓർഡർ പർച്ചേസ് ചെയ്യണം. അത് നമുക്ക് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെട്രിക് ഇസ് LTV CAC റേഷ്യോ. LTV CAC റേഷ്യോ എന്താണ്? ലൈഫ് ടൈം വാല്യൂ. ഒരു കൺസ്യൂമറിനെ നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മൊത്തം ലൈഫിൽ നമുക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും വേഴ്സസ് അയാൾ അക്വയർ ചെയ്യാൻ എത്ര രൂപയാണ്. സോ ഒരു മാസം ഫസ്റ്റ് ഓർഡറിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ഒരാൾ അക്വയർ ചെയ്താൽ, ഇപ്പൊ ഷാനെ ഞാൻ നാളെ മാൻമാറ്റേഴ്സിന്റെ ഒരു കൺസ്യൂമറായിട്ട് അക്വയർ ചെയ്താൽ നിങ്ങൾ ഫസ്റ്റത്തെ മാസം ഇത്ര പൈസ ചെലവാക്കും, സെക്കൻഡ് ഇത്ര ചെലവാക്കും, തേർഡ് ഇത്ര ചെലവാക്കും എന്നെനിക്ക് പ്രൊപ്പോർഷനലി ആ ഗ്രാഫിനനുസരിച്ച് എനിക്ക് ഡിസ്പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഒരാളുടെ ആവറേജ് ഇപ്പൊ ഒരു 5000 രൂപയാണ് ഒരാളുടെ LTV എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് അയാൾ അക്വയർ ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ ഒരു 1500 2500 പൊട്ടിച്ചാൽ പ്രശ്നമില്ല. ബിക്കോസ് എനിക്കറിയാതെ വന്നോളും സമയത്തിനൊത്ത്. Okay. സോ LTV CAC റേഷ്യോ സോളിഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അധികം പെർഫോമൻസ് മാർക്കറ്റിംഗ് അതിലൊരു നമ്പർ ഉണ്ട്, ഏറ്റവും മിനിമം നമ്പർ. 1ന്റെ അടിയിലാണെങ്കിൽ പ്രോഫിറ്റബിൾ അല്ല, 1ന്റെ മുകളിലാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്. സോ 1ന്റെ അടിയിൽ പോകാൻ നിൽക്കുക എന്നുള്ളതാണ്. 1ന്റെ അടിയിൽ പറയുമ്പോൾ അതായത് 100 രൂപ എടുത്തിട്ട് 100 രൂപന്റെ ആളെ അക്വയർ ചെയ്ത് അക്വയർ ചെയ്തിട്ട് LTV അയാളുടെ LTV 100 ആണെങ്കിൽ 100 രൂപ ഞാൻ ചെലവാക്കി, ഇനി ഇയാളുടെ ഇയാളെ ജന്മത്തിൽ എനിക്ക് 100 രൂപ തിരിച്ചു കിട്ടും എന്നതിനെ കൊണ്ട് അപ്പൊ 1 ഉള്ളൂ. 100 രൂപ ഈ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കില്ല, 100 അല്ലെ നെറ്റ് പ്രോഫിറ്റ് അല്ല 100. അല്ല, ഞാൻ പറഞ്ഞ ജസ്റ്റ് റവന്യൂ മതി. റവന്യൂ 100 കിട്ടിയാല് പ്രോഫിറ്റബിൾ ആവില്ല. അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് ഓർഡർ മേലെ ഡിഡ് യു ലൂസ് മണി. അത് കാരണം ഈ LTV CAC നമ്മൾ നോക്കുന്നത് സ്കെയിൽ ചെയ്യാനാണ്. ഇഫ് യു ഗെയിൻ മണി ഇറ്റ് ഈസ് ഫൈൻ. സോ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്താണെങ്കിൽ LTV CAC നമുക്ക് ഒരു റെലവെന്റ് ഇക്വേഷൻ അല്ല. പക്ഷെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു 5 മാർക്കറ്റ്സ് ഉണ്ട്, നമുക്ക് ഏതിൽ നമ്മൾ സ്കെയിൽ കൂടുതൽ പൈസ ഇടേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ എവിടെയാണ് ബെസ്റ്റ് LTV CAC കിട്ടുന്നത്, എവിടെയാണ് ഞാൻ മാക്സിമം പൈസ കിട്ടുമ്പോൾ മാക്സിമം റിട്ടേൺസ് കിട്ടുന്നത്, ദാറ്റ്സ് ദ ബെസ്റ്റ് ബിസിനസ് ഫോർ മീ ടു സ്കെയിൽ. ഈ ROAS ഫസ്റ്റ് ഓർഡർ മേൽ മാത്രമേ നോക്കുള്ളൂ, LTV CAC അയാളുടെ ഫുൾ ലൈഫ് ടൈം മേൽ നോക്കും. അതാണ് ഒരു മെയിൻ. അപ്പൊ ഈ 3 സാധനങ്ങൾ ടിക്ക് ചെയ്യണം: അക്വിസിഷൻ, കൺവേർഷൻ ആൻഡ് റീറ്റൻഷൻ. ഈ 3 ടിക്ക് ചെയ്താലേ അവിടെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അക്വിസിഷനിൽ വരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നേരത്തെ കസ്റ്റമറോടൊക്കെ സംസാരിച്ച് ആദ്യം മാർക്കറ്റ് കണ്ടുപിടിച്ചു, എത്ര സൈസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, കസ്റ്റമറോട് സംസാരിച്ചു, പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പ്രൊഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. നൗ ഇവിടെയും ഒരു കണ്ടന്റ് ഫ്ലൈവീൽ പറയും. പ്ലേ ബുക്കും ഫ്ലൈവീലും രണ്ട് സാധനങ്ങളല്ലേ? ഐ തിങ്ക് സെയിം സിമിലർ തിങ്. ഒരു ഫ്ലൈവീൽ തന്നെയാണ് വരുന്നത്. ഫ്ലൈവീൽ ആക്ച്വലി എന്താണ്? ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ഫ്ലൈവീൽ, റൈറ്റ്? യെസ്. സോ ഫ്ലൈവീൽ നമുക്കൊരു സാധനം ആസ് ഇറ്റ് കീപ്സ് വർക്കിംഗ് ഡസ് ഇറ്റ് കീപ് ഇംപ്രൂവിങ്. അതാണ് നമുക്കൊരു ഫ്ലൈവീലിന്റെ ഗുണം. സോ ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്ലൈവീൽ നമ്മളിപ്പം എനിവേ സിൻസ് വി ആർ ഇൻ ദ ടോപ്പിക് ഓഫ് അക്വിസിഷൻ, ഏറ്റവും ബിഗസ്റ്റ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഫ്ലൈവീൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഫ്ലൈവീൽ എന്താണെന്നുള്ളത്. പെർഫോമൻസ് മാർക്കറ്റിംഗ് ഫ്ലൈവീൽ 3 പ്ലേയേഴ്സ് ആണുള്ളത്.
there is your platform, Meta, Ah. there is users, which is people like us, then there is advertisers, which is brands. അതെ. ഈ 3 ആൾക്കാരുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ശരിക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആൾക്കാരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? പെർഫോമൻസ് പ്ലാറ്റ്ഫോമിന്റെ ഒബ്ജക്റ്റീവ് യൂസേഴ്സിനെ മാക്സിമം സമയം അവിടെ നിർപ്പിക്കുക, അതെ. അഡ്വർടൈസേഴ്സിൽ നിന്ന് മാക്സിമം പൈസ ഉണ്ടാക്കുക. കറക്റ്റ്. അഡ്വർടൈസറിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമം പൈസ പൊട്ടിക്കുക, മാക്സിമം യൂസേഴ്സിനെ റിട്ടേൺ ചെയ്യുക. അക്വയർ ചെയ്യാം. യൂസറിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എൻ്റെ ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഞാൻ റെഡിയാണ്. അതെ. സോ ഇതാണ് ഈ 3 പ്ലെയേഴ്സ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇതിൽ ഒരു സൈഡിൽ യൂസറും ഒരു സൈഡിൽ അഡ്വർടൈസറും ഉള്ളത്. സോ ദ യൂസർ സ്പെൻഡ് സം ടൈം ഓൺ ദ പ്ലാറ്റ്ഫോം. Once he keeps spending, he spends more time on the things that are relevant to him. അയാൾക്ക് റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യും. അതിനനുസരിച്ച് ആൽഗോരിതം പഠിക്കും ഇയാൾക്ക് എന്താണ് ഇഷ്ടം. അതെ. അപ്പോൾ അയാൾക്ക് അതിന്റെ റെലവെന്റ് ആഡ്സ് കാണും. ആ കണ്ട ആഡ് അയാൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. ആ പ്ലാറ്റ്ഫോമിൽ പോകും. ആ പ്ലാറ്റ്ഫോമിൽ കുറച്ച് അഡ്വർടൈസറിന്റെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് സമയം എൻഗേജ് ചെയ്യും. അയാൾ കുറച്ച് സമയം എൻഗേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഗോരിതം പഠിക്കും. ഇതുപോലത്തെ ആൾക്കാരാണ് ഇവിടെ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ തിരിച്ചിട്ടേക്കും. സോ ഈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പെർഫോമൻസ് മാർക്കറ്റിംഗ് ദ ഫ്ലൈ വീൽ ഇസ് ഐഡിയലി you keep training the algorithm to know who your consumer is. So you keep showing them relevant ads, and the user, because he likes that content, he'll keep watching it. So ee flywheel random work aikondukkanam. Advertiser also comes back with better stories to him. The user stick around if the story is good. If the story is not good, they don't stick around. So I think that's how the flywheel in performance marketing at least works. ഓക്കെ. അപ്പം ഫസ്റ്റ് അക്വസിഷൻ. അപ്പം അതിൻ്റെ അകത്ത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉണ്ട്, SEO ഉണ്ട്, കോണ്ടന്റ് ഉണ്ട്, ഓർഗാനിക് കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അക്വസിഷൻ? ആ ഒരു എന്താ പറയുക, ആ ബക്കറ്റാണോ ഫണലാണോ? വാട്ട് ഈസ് ഇറ്റ്? ബക്കറ്റ്, റൈറ്റ്? I think we can look at it as a funnel. ഫണൽ. അപ്പോൾ ആ ഫണൽ എങ്ങനെയാണ് ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്യുന്നത് മാറ്റേഴ്സ് പോലത്തെ ഒരു കമ്പനിയിൽ? സോ നമ്മൾ ഈ ഫണൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എമൗണ്ട് സ്പെൻഡ് ആണ്. സോ ദ ഫണൽ ഇസ് ബേസിക്കലി യു ഹാവ് എമൗണ്ട് സ്പെൻഡ്, ദെൻ വിച്ച് ഇസ് മോർ അബൌട്ട് ഫംഗ്ഷൻ ഓഫ് വാട്ട് യൂസർ സീസ്. വാട്ട് യൂസർ സീസ് ഉമ്മിൽ കുറച്ച് മെട്രിക്സ് നമ്മൾ നോക്കും. Amount spends, impressions, your let's say CPMs. Then what user clicks. അവിടെയാണ് നമ്മളെ CTR, LPV, LC എന്ന് പറഞ്ഞ കുറച്ച് മെട്രിക്സ് വരുന്നത്. What user does on your website. അവിടെയാണ് നമ്മളെ ATC, P% ഒക്കെ നോക്കുന്നത്. ഈ ഫണലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു പെർഫോമൻസ് മാർക്കറ്ററിന്റെ ജോബ് ആഡ് ടു കാർട്ട്, ATC ആണ് ആഡ് ടു കാർട്ട്, P%, പർച്ചേസ് പെർസെന്റേജ്. എത്ര ആൾക്കാരാണ് എത്ര ആൾക്കാർ ആഡ് ടു കാർട്ടിന് കൺവേർട്ട് ആയി സെയിലിലേക്ക് കൺവേർട്ട് ആയി. ഈ ഫണലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇനി ഇതിൽ മാക്സിമം എവിടെയാണ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ നല്ല ATC, നല്ല CTR ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷേ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നതാണ് CTR. യെസ്, നല്ല CTR ഉണ്ട്, പക്ഷേ ATC പോരാ. മീൻസ് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പേജിൽ എന്തോ പ്രശ്നമുണ്ട്. പേജിൽ ആൾക്കാർ വരുന്നുണ്ട്. വാട്ട് യു ടോൾഡ് ദം ഇൻ ദി ആഡ്, ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി, ബട്ട് സംതിങ് ഇസ് റോങ്. മേ ബി ദ പ്രൈസ് ഇസ് റോങ്, മേ ബി യു ആർ നോട്ട് ബിൽഡിംഗ് ട്രസ്റ്റ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. സോ അപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് പേജ് മുതലാണ്. സോ വെൻ വി സ്പെൻഡ് മോർ ടൈം AB ടെസ്റ്റിംഗ് ദർ, കെറോസിൽ മാറ്റി വെക്കും, അടിയിൽ പുതിയൊരു റീൽ ഇട്ട് നോക്കും, പുതിയൊരു ഫോർമാറ്റ്, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എലമെന്റ്സ് ആഡ് ചെയ്യാൻ നോക്കും നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ. അതൊരു സൈഡിൽ. പക്ഷേ ചില സമയത്ത് ATC അടിപൊളിയാണ്, പക്ഷേങ്കിൽ നമുക്ക് ആഡ് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ CPMs വളരെ ഹൈ ആണ്, അല്ലെങ്കിൽ CTR വരുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ഈദർ ദ ക്രിയേറ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസ്. ക്രിയേറ്റീവിൽ ആ പ്രശ്നമെങ്കിൽ കീപ് ടെസ്റ്റിംഗ് ഓൺ മോർ ക്രിയേറ്റീവ്സ്. കാരണം നമ്മൾ ഈ അൽഗോരിതം നോസ് വാട്ട് വി നീഡ് ടു ടീച്ച് ദി അൽഗോരിതം വാട്ട് ഇസ് ദ പെയിൻ പോയിന്റ് ഓഫ് ആർ യൂസർ. സോ വി സ്റ്റാർട്ട് വിത്ത് വാട്ട് ഇസ് ദ കൺസ്യൂമറിന്റെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ പെയിൻ പോയിന്റ് മാക്സിമം ആഡിൽ റിഫ്ലക്ട് ചെയ്യാൻ നോക്കുക. അത് ആഡിൽ റിഫ്ലക്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമും പഠിക്കും, ഓ ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ആഡ് ഉണ്ടാക്കുന്നത്, ലെറ്റ് മീ ഷോ ടു ദ പേഴ്സൺ ഹു ഹാസ് ദിസ് പ്രോബ്ലം. ഐ തിങ്ക് ദാറ്റ്സ് ഹൗ മോസ്റ്റ് ഓഫ് ദോസ് ഫണൽസ് ലുക്ക് ലൈക്ക്. ഓക്കെ. അപ്പോൾ അത് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ആഡിൽ 2 തരം ആഡ്സ് ചെയ്യാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഒന്ന്, നിങ്ങൾക്ക് മോഡൽ ജനറേറ്റഡ് ആഡ്സ് ചെയ്യാം. യു ബ്രിങ് ഇൻ എ മോഡൽ ആൻഡ് ഷോ ദ പെയിൻ പോയിന്റ്. 2, ഈ മോഡലിനെ ഇൻഫ്ലുവൻസർ ആക്കാം. ഈ ഒരു ഏരിയയിലും ടച്ച് ചെയ്യോ? വാട്ട് ഈസ് ഹാപ്പനിങ് അഗെയിൻ ഓൺ മാൻ മാറ്റേഴ്സ് കോണ്ടെക്സ്റ്റ്, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സോ നമ്മൾ ഇതിൽ രണ്ടും പെർഫോമൻസ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേണ്ട അസറ്റ്സ് ആണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് ഉണ്ടാക്കാൻ നമ്മളൊരു കോസ്റ്റ് കാണും. അസറ്റ് എന്താ? ഒരു ക്രിയേറ്റീവ് അസറ്റ്, ഒരു വീഡിയോ. ഇപ്പൊ ഇതൊരു വീഡിയോ ആവാം, ഒരു സ്റ്റാറ്റിക്, ഒരു ഇമേജ് ആവാം, കെറോസൽ ആവാം. ഈ 3 ടൈപ്പ് ഓഫ് അസറ്റുകളാണ് നമ്മുടെ അടുത്തുള്ളത്. ഈ 3 അസറ്റ് നമ്മൾ വേണം, കുറേ അസറ്റ്സ് വേണം. ദ മോർ അസറ്റ്സ് യു ഹാവ്, ദ മോർ യു ക്യാൻ ടെസ്റ്റ്. അപ്പോൾ ഒരു കമ്പനിക്ക് എത്ര മാക്സിമം അസറ്റ്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റും അത്ര അടിപൊളി. യു ക്യാൻ ഡു മോർ ടെസ്റ്റ്. എവറി ടെസ്റ്റ് ഹാസ് ടു ബി ഗുഡ് ടു. അപ്പം ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇന്റേണലി ഒരു ടീം വെച്ചിട്ട് അസറ്റ് ഷൂട്ട് ചെയ്യിപ്പിക്കാം. അവരെന്നെ ഒരു എഡിറ്റർ, അങ്ങനെ ഒരു ഇന്റേണലി ഒരു ടീം ഉണ്ടാക്കിയിട്ട് മാക്സിമം അവിടുന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കുള്ള ഒരു ഏജൻസി കൊടുത്തിട്ട് ഉണ്ടാക്കണം. ഇൻ മാൻ മാറ്റേഴ്സ് വി ആർ മോസ്റ്റ് ഓഫ് ഇറ്റ് വി ആർ ഡൂയിങ് ഇൻ ഹൗസ്. ദി അതർ വേ ടു ഗെറ്റ് എൻ അസറ്റ് ഇസ് ത്രൂ ഇൻഫ്ലുവൻസേഴ്സ്. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പം
നമ്മൾ ഇൻഫ്ലുവൻസറിനത് ഇൻ വൺ ഓഫ് 2 reasons we go to them. We go to them for the asset or we go to them for their distribution. ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ അവരുടെ റീച്ച്, അവർക്ക് കുറെ റീച്ച് ഉണ്ട്. ചില ആൾക്കാർ നമ്മൾ പോകുന്നത് അവരുടെ റീച്ചിനായിരിക്കും. ഓക്കെ, ദിസ് പേഴ്സൺ ടോക്ക് സ്പെസിഫിക്കലി അബൌട്ട് ഹെയർ കൺസേൺസ്. അപ്പൊ ഞാൻ ആഡ് സംസാരിച്ചാൽ അയാൾക്ക് ഹെയർ ഓഡിയൻസ് കിട്ടും. സം പീപ്പിൾ ഐ ഗോ ബിക്കോസ് ഓക്കെ ദിസ് പേഴ്സൺ ഇസ് എ ഗുഡ് ക്രിയേറ്റർ, ഹി നോസ് ഹൗ ടു സെൽ എ സ്റ്റോറി. സം പീപ്പിൾ ആർ വെരി ഗുഡ് അറ്റ് ഡൂയിങ് UGC ലെഡ് ആഡ്സ്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ നമ്മൾ പോകുന്ന അസറ്റിനാണ്. സോ അസറ്റിന് മാറ്റിന് മാത്രം പോകുന്നെങ്കിൽ വിൽ പേ ഒബ്വിയസ്ലി ലെസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റീച്ചും കൂടി ഉണ്ടെങ്കിൽ വി നോ ഓക്കെ അവരുടെ റീച്ച് നമ്മൾ വാല്യൂബിൾ ആണോ. സോ ദെൻ വി മേക്ക് എ ചോയ്സ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നമുക്ക് വേണ്ടത്. ഇഫ് യു ഡൂയിങ് ഇറ്റ് ഫോർ ദി അസറ്റ് ദെൻ ഡു ഇറ്റ് ഫോർ ദി അസറ്റ്, പേ ദ മണി. EPM റൈറ്റ്സ് ഒക്കെ ഉണ്ടാവും, നമ്മൾ റൈറ്റ്സ് കൊടുക്കുക, അതെടുക്കുക, യു റൺ ദം ഓൺ ആഡ്സ്. വൺസ് യു റൺ എവറി ആഡ് വെൻ യു ടേക്ക് യു ഹാവ് എ ഹൈപ്പോത്തസിസ്. ഓക്കെ, വാട്ട് എം ഐ വില്ലിംഗ് ടു ടെസ്റ്റ് ഇതിനെ കൊണ്ട്, ഇത് ഓടിച്ചതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻസൈറ്റ് ട്രൂ ആണോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തിരിയും. കാരണം നിങ്ങൾ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഹുക്ക് റേറ്റ് കാണും, ATC കാണും, CTR കാണും. അപ്പോൾ മനസ്സിലാവും നമ്മൾ വിചാരിച്ച ഫ്ലോയിലാണോ പോകുന്നത് അല്ലയോ പോകുന്നത്. ഇതിൽ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. നമുക്ക് മനസ്സിലായി കേരളത്തിൽ വൺ ഓഫ് ദ ടോപ്പ് പെർഫോമിംഗ് ആഡ് പണ്ട് വാസ് ഒരു ഹെൽമെറ്റ് ഊരുന്ന ഒരു ആഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഹെൽമെറ്റ് അപ്പോൾ ഹെൽമെറ്റിന് ഒരു ഇങ്ങനെ ഊരുന്ന ഒരു ആഡ് ഉണ്ട്. ഈ ടൈമിൽ ഇങ്ങനെ ഹെയർ ഫോളും ഡാൻഡ്രഫ് ഒക്കെ കൺസേൺസ് ഒക്കെ കാണിക്കുന്ന ആഡാണ്. സോ നമുക്ക് റിയലൈസ് ചെയ്ത് ഓക്കെ ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആൾക്കാർക്ക് ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട്, കാരണം കേരളത്തിൽ കുറെ ബൈക്ക് ഓടിച്ചിട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ട്. റിലേറ്റബിലിറ്റി നമ്മൾ കുറെ കൺസ്യൂമേഴ്സിനെ കോൾ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി സെയിം ഇൻസൈറ്റ് ഇസ് മാച്ചിങ്. നിങ്ങൾ എവിടെയാണ് ആദ്യമായിട്ട് ഹെയർ ഫോൾ നോട്ടീസ് ചെയ്തത്? ഞാൻ ഈ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഹെൽമെറ്റ് ഊരുമ്പോൾ അതിനുള്ളിൽ ഹെയർ ഫോൾ ഉണ്ട്, അതാണ്. സോ വി ടേക്ക് ദാറ്റ് ഇൻസൈറ്റ് ആൻഡ് വി നോ ആഡ്സും പറയുന്നുണ്ട് ദിസ് ഇസ് വർക്കിംഗ്. സോ ദെൻ വി ഡബിൾ ഡൗൺ ഓൺ ഇറ്റ്. സോ വി മേക്ക് മോർ ക്രിയേറ്റീവ്സ് വെർ വി ഹാവ് എ പേഴ്സൺ സിറ്റിംഗ് ഓൺ എ ബൈക്ക് റിമൂവിംഗ് ദ ഹെൽമെറ്റ്. പിന്നെ ആഡ്സ് ഉണ്ടാക്കും. ആൻഡ് ദെൻ വി ട്രൈഡ് ഇൻ സെയിം ജോഗ്രഫി, അതർ ജോഗ്രഫീസ്, മൾട്ടിപ്പിൾ ലാംഗ്വേജസിലേക്ക് മാറ്റി ഇറക്കി വെക്കും. ഇറ്റ് എക്സ്പ്ലോഡഡ്. അപ്പൊ അങ്ങനെ ഒരു ഇൻസൈറ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് കൺസ്യൂമറിന്റെ മൈൻഡിലുള്ളിലുള്ള ട്രിഗർ പോയിന്റ് ഈ ഒരു സൊല്യൂഷൻ എടുക്കാനുള്ള, ആ ട്രിഗർ പോയിന്റ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ആഡിൽ ഫസ്റ്റ് 3 seconds അത് കാണിക്കുക. ഫ്ലഷ് ദ ഹെൽ ഔട്ട് ഓഫ് ഇറ്റ് and then spend money on it. If your insight is true, it will work. If your insight is not true, it will not work. So performance marketing il namakku grudge vekanonnilla. The data tells. Whatever it tells, you listen to it. Our job is to keep on testing whatever consumer. അല്ല, അപ്പോൾ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ വേറൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് ആസ് ഐ സ്പെൻഡ് മോർ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഈ സ്കെയിലിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഓടിക്കുമ്പോൾ എന്താണ് ആക്ച്വലി CACക്ക് സംഭവിക്കുക? അത് കൂടുമോ? കാരണം അൾട്ടിമേറ്റ്ലി പ്ലാറ്റ്ഫോമിന് മനസ്സിലാവണമല്ലോ ഇവർ പ്രോഫിറ്റബിൾ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. സോ അവിടെ എന്താണ് ഇപ്പം ഈ സ്കെയിലിൽ ഓടിക്കുന്ന ആളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഈ കാക്ക് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. CPM കൊണ്ടാ കൂടുന്നെങ്കിൽ, CPM പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ മില്ലി, ദിറ്റ് ഇസ് ബേസിക്കലി ദ പ്രൈസ് വി പേ ഫോർ ഷോയിങ് ഇറ്റ്. ഒരു പറയാണ് നമ്മളെ വില എത്രയാണ്, 70 രൂപയാണ് വില 100 ആക്കി കാണിക്കാൻ. അത് നാളെ 100 ആക്കി ചോദിച്ചാൽ നമുക്കറിയാം ഓക്കെ ഇറ്റ്സ് പ്യൂർലി ഇൻക്രീസിങ് ബിക്കോസ് നമ്മളെ CPM കൂടി. ഈ CPM കൂടാനുള്ള വൺ റീസൺ കുഡ് ബി ഓരുടെ നോർമൽ ഗ്രോത്ത്, ഓർ ഇറ്റ് കുഡ് ബി നമ്മൾ പുതിയ മാർക്കറ്റ്സിനെ ഇപ്പൊ കാണിക്കുന്നത്. സോ പഴയ ഓഡിയൻസ് നമ്മൾ പണ്ട്, അതാണ് ഈ ഫസ്റ്റ് ആഡ് ഓടിച്ചു തുടങ്ങുമ്പോൾ നല്ല റിട്ടേൺസ് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കാണിക്കുക ദ മോസ്റ്റ് ബെസ്റ്റ് പീപ്പിൾ ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു ബൈ യുവർ പ്രോഡക്റ്റ്. അവർ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റ് ചെയ്യും. പിന്നെ ആ ഒരു ബോട്ടം, നമ്മൾ നേരത്തെ പറഞ്ഞ ഫണലില് ടോപ്പ് ഓഫ് ഫണൽ, മിഡിൽ ഓഫ് ഫണൽ, ബോട്ടം ഓഫ് ഫണലിൽ ഏറ്റവും ബോട്ടമിലുള്ള ആൾക്കാരാണ് നമുക്ക് ആദ്യം കിട്ടുക. അവരെ കൺവേർട്ട് ചെയ്യും. ആസ് യു ഗ്രോ അപ്പ് ദ ഫണൽ, it will take you more effort and money to convert them. So true, CAC will increase. And the reality is, CAC will always increase in the future. More people will come to do business. We will fight with them also. CAC will never go down. CAC will always be going up. കാരണം കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ എപ്പോഴും മാർക്കറ്റിംഗിലൂടെ കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഓർഗാനിക് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നാൽ നമ്മളുടെ CAC ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം നമുക്ക് പല പല സോഴ്സസ് ആൾക്കാർ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കണം. എപ്പോഴും മെറ്റയിൽ പൈസ പൊട്ടിച്ചിട്ട് റിട്ടേൺസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ദെൻ ഒബ്വിയസ്ലി അത് പണിയാവും കുറച്ച്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അപ്പൊ ഈ ഓക്കെ ഇത് നമുക്ക് മനസ്സിലായി, ഇത് ബേസിക്കലി ഒരു പെയിൻ പോയിന്റ് ആണ് കൂടുതലും ആഡ്സിൽ വർക്ക് ചെയ്യാന്നാണ് മനസ്സിലാക്കണം. അതായത് റിലേറ്റബിലിറ്റി ഇല്ല ആഡ്സ്. നൗ ഓർഗാനിക് എങ്ങനെ അപ്പം നമുക്ക് ബൂസ്റ്റ് ചെയ്യാം? ഓർഗാനിക് കണ്ടന്റ് എന്താണ് സ്ട്രാറ്റജി? സോ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് മേൽ അധികം പൊട്ടിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എന്ന് നിങ്ങൾ പൊട്ടിക്കൽ മതിയാക്കുന്നോ അന്ന് പിന്നെ ഒന്നുമില്ല. കാരണം ആസ് ലോങ് ആസ് ദ റീറ്റൻഷൻ, പക്ഷെ റീറ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ വന്നോണ്ടിരിക്കും. കാരണം പഴയ കസ്റ്റമേഴ്സ്, എക്സാക്ട്ലി ന്യൂ കസ്റ്റമേഴ്സ് വരുത്തി നിൽക്കും. പെർഫോമൻസ് മാത്രം, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് നല്ലോണം വേണം, അത്ര സ്ട്രോങ് ബ്രാൻഡ് വേണം, റെഫറൽ വേണം, SEO ചിലപ്പോൾ വർക്ക്ഔട്ട് ആവും, അങ്ങനെ എന്തെങ്കിലും വർക്കാണോ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് പെർഫോമൻസ് മാർക്കറ്റിംഗ് നിങ്ങൾ എന്ന് സ്പെൻഡ് നിർത്തുന്നോ അന്ന് നമ്മളെ അക്വിസിഷൻ താഴെ പോകും. അപ്പൊ നമുക്ക്
പൈസ പൊട്ടിക്കുന്നതിൽ ഇനി നെക്സ്റ്റ് 1 or let's say നെക്സ്റ്റ് 1 quarterൽ ഒരു ഫൗണ്ടറിന് ഇഫ് ദേ ഹാവ് ടു സ്പെൻഡ് എ ഫ്യൂ let's say 2-3 more lakhs at a smaller scale, ചെറിയൊരു SME ആണ്, if they have to spend 2-3 more lakhs in the next 1 quarter, I am fully pushing it to do it on organic. Because organically നമ്മൾ ഇന്ന് പൈസ സ്പെൻഡ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ടാപ്പ് അതൊന്നും ഓഫ് ആക്കുന്ന അന്ന് നിൽക്കില്ല. പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ആ ഒരു 3 lakhs കൂടി എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ the day that you stop spending അന്ന് വരെയുള്ള റിട്ടേൺസ് you got. ടാപ്പ് you turn it off, it's over. ഈ ഓർഗാനിക്കിൽ നമ്മൾ എസ്പെഷ്യലി ഫോർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ്, ഇഫ് യു സി യൂട്യൂബിൽ വ്യൂസ് ഇങ്ങനെയാ കൂടുക, എവർഗ്രീൻ ആണ്. ഇറ്റ്സ് എ സ്ലോ ബേൺ, ഇറ്റ് ഓൾവേസ് കീപ്സ് ഗോയിങ് അപ്പ്. സോ ഇഫ് യു ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻസ്റ്റന്റ് റിസൾട്ട്സ് ഓർ സംതിങ്, പെർഫോമൻസ് ചിലപ്പോൾ നല്ലതായിരിക്കും, പൈസ ഉണ്ടോ പൊട്ടിച്ചോ റിട്ടേൺസ് കിട്ടും. ഇഫ് യു ഡു ഇറ്റ് വെൽ, യെസ്. ഓക്കെ, ബട്ട് മോസ്റ്റ് പീപ്പിൾ ടുഡേ can't spend so much on performance. കാരണം VC funding അതാണ്, ഒന്നെങ്കിൽ VC ഫണ്ടിങ് വേണം, അല്ലെങ്കിൽ you need deep pockets, അല്ലെങ്കിൽ you should be extremely profitable, that you have so much surplus of cash. Okay. Most people are not there. അതെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് തിങ് ഇസ് യൂസ് ദാറ്റ് മണി ടു ബിൽഡ് ഓർഗാനിക്. ഇനി ഓർഗാനിക് നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക? ഓർഗാനിക്കിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് വിച്ച് പ്ലാറ്റ്ഫോം ആർ യു പ്ലാനിങ് ടു ബിൽഡ് ഓർഗാനിക് ആണ്. ഓക്കെ, യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നമുക്കറിയാം വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. വൈ? ബിക്കോസ് മോർ ആൻഡ് മോർ പീപ്പിൾ വിൽ കം ഫോർ ദ വാല്യൂ ദാറ്റ് വി ആർ പ്രൊവൈഡിങ്. സോ പ്രൊവൈഡ് വാല്യൂ, get returns on it by views. It always keeps on increasing. While for Instagram, the strategy is different. Instagram നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാസം മുന്നത്തെ റീല് കാണിക്കില്ല. കറക്റ്റ്. 5 ദിവസം മുന്നത്തെ റീലേ കാണിക്കും. അതെ. യൂട്യൂബിൽ കാണിക്കും, ഒരു മാസം മുന്നത്തതും കഴിഞ്ഞ കൊല്ലത്തതും 10 കൊല്ലം മുന്നേയുള്ളൊക്കെ കാണിക്കും. ദ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ്സ് ഡിഫറെന്റ്. കറക്റ്റ്. അപ്പം യൂട്യൂബിൽ നമ്മൾ ഓർഗാനിക് ബിൽഡ് ചെയ്യുന്നതാണെങ്കിൽ give maximum value to the people. Whatever business you're in, give maximum value. Be it even not even closely related to your business. If you have expertise as a founder, as a marketer in that field, which you think your audience will like, then start serving it. On Instagram, the job is more to create a community where it's all about instant. Because if ഒരു 7-8 ഡേയ്സിന്റെ അപ്പുറത്ത് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല ഒരു റീലിന്, അപ്പത്തേക്ക് യു നീഡ് മാക്സിമൈസ്. സോ യു ഹാവ് ടു ബി വെരി റെലവെന്റ്, യു ഹാവ് ടു ബിൽഡ് ദാറ്റ് കമ്മ്യൂണിറ്റി, യു ഹാവ് ടു യൂസ് ഇറ്റ് മോർ ഓഫ് എ, ഇപ്പൊ അവിടെ കുറെ ചാറ്റിങ്ങും ടെക്സ്റ്റിങ്ങും കമ്മ്യൂണിറ്റി ഫോർമേഷൻസ്, അതിനൊക്കെ കുറച്ചുകൂടി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ലെവറേജ് ചെയ്യുക, സ്റ്റോറീസിൽ റെസ്പോൺസ് എടുക്കുക, അവിടെ ഓർഗാനിക് ബിൽഡ് ചെയ്യുക. ഈ മോസ്റ്റ് ബ്രാൻഡ്സിനും എഗെയിൻ ഓർഗാനിക് ബിൽഡ് ചെയ്യാനുള്ള പ്ലേ ബുക്ക് മിക്കവാറും ആ ഇൻഡസ്ട്രി തന്നെ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. It's, to be honest, നോട്ടീസ് ചെയ്താൽ മതി. ടു വാച്ച്. ലൈക്ക് ഞാൻ ചെയ്യുന്ന ഒരു സാധനം വെച്ചാൽ, ഇഫ് ഐ നോ ഐ എം അബൌട്ട് ടു ലേൺ അബൌട്ട് എ ബ്രാൻഡ്, ഞാൻ എന്താക്കും ആ അഡ്വർടൈസറിന്റെ സൈറ്റിൽ പോയിട്ട് അവരുടെ പ്രോഡക്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ പോയിട്ട് ക്യാൻസൽ ആക്കിയിട്ട് വരും. സോ ദെൻ ഐ നോ ഐ ആം ഇൻ ദി എക്സ്ട്രീംലി ഹൈലി കൺവേർട്ടബിൾ. അപ്പോൾ അവരുടെ എല്ലാ ആഡ്സും എനിക്ക് ഇങ്ങോട്ട് വന്ന് സെർവ് ആയിക്കോളും. സോ വൈൽ വാച്ചിങ് ദോസ് ആഡ്സ് ഞാൻ പഠിക്കും, ഓക്കെ എന്താണ് ഇവരുടെ കൺവേർഷൻ സ്ട്രാറ്റജി, what does it look like, every ads will get served. So that's the way generally you do that market study, how it is. Meta ads panel എന്ന് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ ഓർഗാനിക് ഇൻസ്റ്റാഗ്രാം, ബേസിക്കലി നമ്മൾ അവരുടെ കോണ്ടന്റ് ഒന്ന് ബക്കറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുക, ഓരോ പേജ് ഒരു പോസ്റ്റ് എടുക്കുക, ഈ പോസ്റ്റ് ഇവർ എന്തിനാ ഇട്ടത് എന്ന് നമ്മളുടെ ഹൈപ്പോത്തസിസ് വെറുതെ എഴുതി വെക്കുക. അടുത്ത പോസ്റ്റ് ഇത് എന്തിനാ ഇട്ടത്, അങ്ങനെ നമ്മളൊരു പൊത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിയും, ഓക്കെ there are only 5-6 reasons to post. Either it is to build trust, either it is to bring people into the community, either it is to share successful stories. ഇങ്ങനെ കുറച്ച് കാരണങ്ങൾക്കേ ആൾക്കാർ കൊണ്ടുവരുള്ളൂ. അപ്പൊ ആ പ്ലേ ബുക്ക് നമ്മൾ ഇൻഡസ്ട്രിയിൽ അല്ല നമ്മൾ അഡ്ജസ്റ്റഡ് ഇൻഡസ്ട്രിയിൽ ആരാണോ ചെയ്തത് അതെടുക്കുക, റെപ്ലിക്കേറ്റ് ചെയ്യുക, അത് നേരെ കൊണ്ട് അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ആൻഡ് അൽഗോരിതത്തിൽ ഇപ്പൊ നമുക്ക് വ്യൂസ് കാണിച്ചു തരും. സോ ഇറ്റ് വിൽ ടെൽ us ഇത് വണ്ണം അടിച്ച വീഡിയോ ആണ്. അതെ. സോ യു ടേക്ക് എ ഗസ്, ഇത് എന്തിനാ വണ്ണം അടിച്ചത്, ഒരു കാരണം ഉണ്ടാവും. അതെ. എടുക്കുക, റെപ്ലിക്കേറ്റ് ചെയ്യുക. റിവേഴ്സ് എന്തായിരുന്നു പറയാ, റിവേഴ്സ് എഞ്ചിനീയറിംഗ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താൽ മതി. അത് മാത്രം ചെയ്താൽ മതി. ഐ തിങ്ക് ഓർഗാനിക് നമുക്ക് അങ്ങനെ ബിൽഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പെർഫോമൻസ് ബിൽഡ് ഔട്ട് ചെയ്തു, എന്നിട്ട് അത് വൺസ് അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ദെൻ ജസ്റ്റ് കണ്ടിന്യൂ സ്പെൻഡിങ് ഓർ ഡൂയിങ് ദ സെയിം. ആദ്യം ഫിഗർ ഔട്ട് ചെയ്യുക വാട്ട് ഈസ് വർക്കിംഗ്, വാട്ട് ഈസ് നോട്ട് വർക്കിംഗ്. വൺസ് യു ഫിഗർ ഔട്ട് ദ ഷിറ്റ് ദെൻ എന്താ പറയുക, ബേൺ ദ ഹെൽ ഔട്ട് ഓഫ് ഇറ്റ്. Then you're just at it on a daily basis. Every day you show up with some iteration. ആ കൺസ്യൂമർ ഇൻസൈറ്റ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആക്കി കൊണ്ടുവരിക. We know that, okay, if a person is buying for hair fall, why is he buying, what are his trigger points, and once you know, okay, ഇതാണ് ഏറ്റവും വലിയ കോമൺ പ്രശ്നം. ഫോർ എക്സാമ്പിൾ ഇൻ ഹെയർ ലോസ് നമുക്ക് മനസ്സിലായി ജനറ്റിക് ഹെയർ ലോസ് ആണ് ഏറ്റവും വലിയ. ഹെയറിൽ തൊട്ട പൈസയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഫാർമസി ബിസിനസ് ചെയ്തപ്പോൾ. True. So hair is a category as such. So whatever is that true consumer insight, I'll deep ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. Always stay close to the consumer. Keep understanding their products.
you will again find a new white space. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആ യൂസേഴ്സിന് തന്നെ നമുക്ക് മനസ്സിലാവും അടുത്ത വൈറ്റ് സ്പേസ് എന്താണുള്ളത്, അതായത് അടുത്ത പ്രൊഡക്റ്റ് അടുത്ത എന്തായിരിക്കും, പ്രോഡക്റ്റ് എന്താ ഇറക്കേണ്ടി എന്നുള്ളത്. സോ ദെൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ബ്രാൻഡും ട്രസ്റ്റും ഒക്കെ ബിൽഡ് ആയിട്ടുണ്ടാവും. സോ എന്നിട്ട് നമ്മൾ ഒരു അടുത്ത പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അപ്പം മേ ബി നമ്മൾ ആഡേ ഓടിക്കേണ്ടി വരില്ല. ജസ്റ്റ് സെയിം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു വാട്സ്ആപ്പ് കോപ്പി അയക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർഡേഴ്സ് നമുക്ക് അവിടെ വന്നു. അപ്പോൾ CAC കുറഞ്ഞു, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി യുവർ കസ്റ്റമർ സീറോ ആയിരിക്കും. യു ജസ്റ്റ് ഗെറ്റിംഗ് മോർ റിട്ടേൺസ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഒരു LTV കൂട്ടിക്കൊണ്ടിരുന്നു, നമ്മൾ നേരത്തെ LTV കൂടും. അപ്പോൾ ഓരോ യൂസറിന്റെ കൂടുതൽ പ്രൊഡക്ട്സ്, ആ യൂസറിന് ആവശ്യമുള്ള കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഒരു LTV കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ലാംഗ്വേജ് ബ്രാൻഡ് ഇസ് ഡൂയിങ് ദിസ് ഓൺലി. They are basically increasing LTV by making more courses for these nurses. അപ്പോൾ അവിടെ പോയാൽ അഡ്മിഷൻ കിട്ടാൻ ഇത് മതി, ബട്ട് അവിടുത്തെ നല്ല ജോലി കിട്ടണ ഇതും കൂടി വേണം, അവിടുത്തെ അതും കൂടി വേണം, ഇതും കൂടി വേണം. സോ യു സ്റ്റാർട്ട് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ് ടു യുവർ എക്സിസ്റ്റിംഗ് കൊഹോർട്ട് സോ ദാറ്റ് you solve their problem also, you can make money out of it too. അത് ബേസിക്കലി ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടൽ തന്നെയാണ്. ബട്ട് ഫോർ റിപ്പീറ്റ് ഫസ്റ്റ് ഓർഡറിന്റെ ഓൾറെഡി വന്നു, ഇനി അടുത്ത റിപ്പീറ്റ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇനി ഒരു പ്രൊഡക്റ്റിന് കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ AOV കൂടും, അതിന്റെ AOV കൂടുള്ളൂ. അതിന്റെ his LTV will keep on 2, 3 ആൻഡ് അൾട്ടിമേറ്റ്ലി ആ കസ്റ്റമറിന്റെ ഇപ്പം ആപ്പിൾ ചെയ്യുന്ന പോലെ ആദ്യം നമുക്ക് ഫോൺ തന്നു, ഫോൺ എല്ലാം 2 കൊല്ലം കൂടുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ വാച്ച് തന്നു, വാച്ച് അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ മാക്ക് തന്നു, ഐപാഡ് തന്നു, ആപ്പിൾ TV തന്നു, ഇപ്പൊ മറ്റേ എന്തായിരുന്നു മറ്റേ സാധനം വിഷൻ പ്രോ തന്നു. ബേസിക്കലി എക്കോസിസ്റ്റത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, പിന്നെ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ് ചെയ്യുന്നത്. എക്സ്ട്രീംലി ഹൈ LTV ആയപ്പോഴത്തേക്ക് ആപ്പിൾ ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡ് ആപ്പിൾ. ലൈക്ക് ഫ്രം എ പ്യുവർ മാർക്കറ്റിംഗ് പെർസ്പെക്ടീവ് they are just geniuses at what they do. കറക്റ്റ്. Nobody, very few people. നമ്മളെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കും. ഒരാ എങ്ങനെയെങ്കിലും ചെയ്യിപ്പിച്ചാളി ഒരാ. ഇത് പറയുമ്പോൾ എനിക്ക് പഴയ ഒരു എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല, ഈ iPhone 10 ഇറങ്ങിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. iPhone 10 ഇറങ്ങി, അപ്പോൾ എൻ്റെ അടുത്ത് iPhone 6 ആണ്, ഒരു 4-5 കൊല്ലമായിട്ടുണ്ട്. iPhone 10 ഇറങ്ങി, എൻ്റെ ടീം മെമ്പേഴ്സ് ഒക്കെ iPhone 10 ആക്കി. ഞാൻ അപ്പോഴും ഓക്കെ ഇത്ര പൈസ, കാരണം ഡബിൾ ദ പ്രൈസ് ആയിരുന്നു, സാധാരണ ഐഫോണിനേക്കാൾ ഡബിൾ ദ പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര പുഷ് എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തി, എന്നിട്ടും പുഷ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇരുന്ന് എന്തുകൊണ്ട് എനിക്കിത് വാങ്ങിക്കാൻ തോന്നുന്നു. അപ്പോൾ ഓക്കെ ദിസ് ഹാസ് എ വെരി ഗുഡ് ക്യാമറ. ഞാൻ നോക്കിയപ്പോൾ ശരിക്കും നോക്കി, ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ആകെ കൂടി വാട്സാപ്പിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഫോട്ടോ അയക്കാം, ഐ നെവർ ടേക്ക് ഫോട്ടോസ്. അപ്പോൾ അത് പോയി, അതിൻ്റെ ബ്രെയിനിന് പോയി. രണ്ടാമത്തത് വിചാരിച്ചു എൻ്റെ ബാറ്ററി പോരെങ്കിൽ ഫോൺ മാറ്റേണ്ട ആവശ്യമില്ല, ബാറ്ററി മാറ്റിയാൽ മതി. ഞാൻ പോയി ബാറ്ററി മാറ്റി, ഒരു അഡീഷണൽ ബാറ്ററി കൂടി, ആ മാക്സ് സേഫ് ബാറ്ററി ഉണ്ടല്ലോ അതും കൂടി വാങ്ങിച്ച്. എൻ്റെ പ്രോബ്ലം പോയി. ശരിയാണ്. അതോടുകൂടി എനിക്ക് മീൻസ് അന്നാണ് ശരിക്കും മാർക്കറ്റിംഗ് എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ ഓട്ടോമാറ്റിക്കലി അത് തോന്നിപ്പിക്കുകയാണ്, ദിസ് ഫോൺ ഈസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ യു, വൈ ഡോണ്ട് യു പ്ലാൻഡ് ഒബ്സലൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതില്. സോ ഇഫ് യു സീ ആപ്പിളിന്റെ 4-5 ഒക്കെ സ്ക്വയർ ആയിരുന്നു, 6-7-8 വെന്റ് ടു റൗണ്ട് ആൻഡ് 12 ആയപ്പോ പിന്നെയും ബാക്ക് ടു സ്ക്വയർ. സ്ക്വയർ പറഞ്ഞാല് ഫോണിന്റെ ഷേപ്പ്, നമ്മളെ ഫോൺ ഇപ്പൊ സ്ക്വയർ ഷേപ്പ് ആണല്ലോ ഉള്ളത്, ഈ സ്ക്വയർ. iPhone 10 ഓർമ്മ റൗണ്ടഡ് അല്ലേനോ, പക്ഷെ iPhone 5 സ്ക്വയർ ആയിരുന്നു. So they keep interswapping this because if you use one and they have to make it feel like it's old for you. അപ്പൊ എന്തെങ്കിലും മാറണോ? അപ്പൊ പണ്ട് ഞാൻ വേറെ എവിടെ ഒന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് ഇവര് അറിഞ്ഞോണ്ട് ഏതോ ഒരു പോഡ്കാസ്റ്റിലാണോ ഡൗട്ട് ഉണ്ട്, കോൺട്രവേഴ്സീസ് ഒക്കെ കുറെ വന്നിട്ടുണ്ടായിരുന്നു, കാരണം അറിഞ്ഞുകൊണ്ട് ഫോണിന്റെ സ്പീഡ് കുറക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഫ്രം എ മാർക്കറ്റിംഗ് പെർസ്പെക്ടീവ് ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, വിച്ച് ഇസ് നമ്മൾ ഫോൺ സ്ലോ ആക്കുന്നൊന്നുമില്ല, ബട്ട് ഐ ജസ്റ്റ് മേക്ക് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് എൻ ഓൾഡ് ഫോൺ. കാരണം ഇപ്പൊ എല്ലാരും റൗണ്ടഡ് ആയി, ഇനിയിപ്പോഴും സ്ക്വയറും പിടിച്ചിരിക്കുക അല്ലേ. അപ്പൊ എല്ലാരും റൗണ്ടഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ബാക്ക് ടു സ്ക്വയർ. അപ്പൊ ഇജിപ്പോഴും റൗണ്ടഡും പിടിച്ചിരിക്കുക അല്ലേ, നമ്മളെ സ്ക്വയറിലെത്തി എന്നുള്ളത്. ഐ തിങ്ക് സം കാർ കമ്പനി ഇൻ UK ഓൾസോ ഹാഡ് ഡൺ ദിസ് ലോങ്. പണ്ട് കാറുകൾ ആദ്യമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എവറി ഇയർ ദേ വുഡ് ലോഞ്ച് എ ന്യൂ കളർ. So basically looking at your color we can tell how old your car is. So even if it's not obsolescence, it's mentally you'll feel my phone is obsolete. അത് ചെയ്ത ആൾക്കാരുണ്ട്. ടൊയോട്ട പണ്ട് കോളിസ് ആയിരുന്നു, പിന്നെ ഇന്നോവയായി, പിന്നെ ഇപ്പൊ ക്രിസ്റ്റ ആയി. ഇപ്പൊ ക്രിസ്റ്റ മാറി മറ്റവൻ ഇറങ്ങിയിട്ടല്ലോ, ഹൈക്രോസ് അല്ലേ? അതന്നെ ഹൈക്രോസ്. അതായത് they are planning it. So now you know if you're just having an Innova, it's pretty old. Correct. So I think that's a good marketing way of using planned obsolescence. അപ്പം പിന്നെ അതുകൊണ്ട് സംഭവിച്ചത് എന്താ അറിയോ, എനിക്കത് അന്ന് നശിച്ച മെറ്റീരിയലിസ്റ്റിക് നീഡ്സിനോടുള്ള താല്പര്യം.
after that I never felt to upgrade anything, because the moment something comes to me I know that this is planned by the marketing team. പക്ഷേ 99% ആൾക്കാർ അങ്ങനല്ല. എന്നാ പിന്നെ നിങ്ങൾ മറ്റേ നിഖിൽ കാമത്ത് ലെവലിൽ എത്തിന്. നിഖിൽ കാമത്ത് തിങ് ഇസ് ഓൾസോ മൂപ്പറിന്റെ ഫിലോസഫി വാസ് ഓൾസോ സിമിലർ ടു ദാറ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോകുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്ന് വാങ്ങാൻ പോകുമ്പോൾ ഐ ഫീൽ ദർ പ്ലേയിങ് മീ. വാച്ചിന്റെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. വാച്ച് ഇത്രയും പൈസക്ക് വിറ്റാൻ ലൈക്ക് ഞാൻ അത്ര പൊട്ടറൊന്നും നിങ്ങൾക്ക് ഇത്ര പൈസ തരാൻ. പക്ഷെ അവന് ഒരു കാലത്തായിരുന്നു. ട്രൂ. റൈറ്റ്. ഓക്കെ. സോ അത് എനിക്കൊന്ന് ആസ് യു ഏജ് യു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂആൻസസ് ഓഫ് മാർക്കറ്റിംഗ്. I can still be very addicted to my materialistic phone because നമ്മൾ ഈ ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുന്നത്. എനിക്കത് ഫുള്ള് പോയി. എനിക്ക് ഇപ്പൊ ആ ഒരു സാധനം ഇല്ല. ഇറ്റ് ഹാസ് ഫേഡഡ് അവേ. Maybe I don't know if it will come back, but as of now it is very clear for me. Okay, അപ്പം അത് so once you plan the performance marketing, once you understand the playbook for organic, then beat the shit out of it, and then you identify more കൂടുതൽ പ്രൊഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ കസ്റ്റമേഴ്സിന് എനിക്ക് വേറെ എന്തൊക്കെ പ്രൊഡക്ട്സ് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കോഴ്സ് വെക്കുകയുണ്ടെങ്കിൽ ഈ കസ്റ്റമറിന് പറ്റി വേറൊരു കോഴ്സ് എന്താണ്, അതിൻ്റെ മുകളിൽ വേറൊരു കോഴ്സ് എന്താണ്, ഇതാണ് പ്ലേ. യെസ്, ദാറ്റ്സ് ദ പ്ലേ ഐഡിയലി. സോ വി മാൻമാറ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിന്റെ കൂടെ കൺസൾട്ടേഷൻ കൊടുക്കൽ തുടങ്ങി, ഡോക്ടർ കൺസൾട്ടേഷൻ. സോ ഡോക്ടർ കൺസൾട്ടേഷനിലൂടെ നമ്മൾ എഴുതൽ തുടങ്ങി. ഓക്കെ, നിങ്ങൾക്ക് എയർഫോൾ ഉണ്ട്, ഐ തിങ്ക് യു ഷുഡ് യൂസ് മിനോക്സിഡിൽ ഓൾസോ എന്ന് പറഞ്ഞാൽ അതും കൂടി എഴുതി. അങ്ങനെ എഴുതി നമ്മൾ തന്നൊരു പ്രൊഡക്റ്റ് ഒന്നുമില്ല. അങ്ങനെ കുറേ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓക്കെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. സോ നമ്മൾ ഓരോ പ്രോഡക്ട്സ് മെല്ലെ ആഡ് ചെയ്ത് ഇതന്നെ നമ്മൾ എഴുതുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചു പറഞ്ഞിരുന്നത് ആ പ്രൊഡക്റ്റിൽ നിങ്ങൾ ഒരു ഇന്നോവേഷൻ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതിനെ പറ്റി ഒന്ന് ട്രൂ. സോ നമ്മളിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, എസ്പെഷ്യലി ക്ലട്ടേർഡ് മാർക്കറ്റിൽ കളിക്കാൻ പോവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ഫാക്ടർ വേണം. എല്ലാ സമയത്തും നമുക്ക് സയൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഇന്നോവേഷൻ വരാൻ കാത്തിക്കാൻ പറ്റൂല. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഗ്രേറ്റ്, നമ്മൾ മാർക്കറ്റ് തൂത്തുവാരി കൊണ്ടുപോകും. അങ്ങനെയാണ് ബിഗ് പ്ലേയേഴ്സ് ഒക്കെ. പക്ഷെ എല്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഫോം ഫാക്ടർ മാറ്റാൻ പറ്റും. ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ സോ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ബയോട്ടിൻ കാരണമാണ് ഹെയർ ഫോൾ കുറെ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. സിമ്പിൾ ബയോട്ടിൻ ഡെഫിഷ്യൻസി. ഇതിന് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബയോട്ടിന്റെ ടാബ്ലറ്റ്സ് പോയി ഫാർമസിയിൽ പോയി വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഫാർമസിയിൽ പോയിട്ട് ഒരാൾ ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങി എല്ലാ ദിവസവും കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ്ലി ഹി ഫീൽസ് ലൈക്ക് എ പേഷ്യന്റ്, സെക്കൻഡ്ലി ഇറ്റ്സ് നോട്ട് എ ഹാബിറ്റ് ദാറ്റ് വിൽ ഫോം. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ ഈ സെയിം സാധനം കെൻ ഐ ചേഞ്ച് ദ ഫോർമാറ്റ് ഓഫ് ഇറ്റ്? അപ്പൊ നമ്മൾ എന്താക്കി അതൊരു ഗമ്മി ഫോം ഫാക്ടർ. ഗമ്മി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കറി റൂട്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്ന ഒരു ഗമ്മി എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ്. ഒരു മുട്ടായി പോലെ സ്വീറ്റ് പോലെ ഉണ്ടാവും. സംഭവം അതിൻ്റെ ഉള്ളിൽ ബയോട്ടിൻ, സിങ്ക്, മൾട്ടിവൈറ്റമിൻസ്, A, C, E, ഹെയറിന് ആവശ്യമുള്ള എല്ലാ സാധനവും. പിന്നെ ഗമ്മി ഫോം ഫാക്ടർ. ഗമ്മി ഓൾറെഡി US വളരെ സക്സസ്ഫുൾ ആണ്. സോ ഇറ്റ്സ് ഓൾറെഡി എ പ്ലേ ബുക്ക് ദാറ്റ് ഇസ് there for gummy, that is manufacturing happening there. അതിന് മുമ്പ് ചൈനയിൽ വന്നിട്ടുണ്ടോ? ചൈനയിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ബട്ട് യെസ് കുഡ് ബി. സോ ആ ഒരു ഇന്നോവേഷൻ ഓൾറെഡി നടക്കുന്നുണ്ട്. സോ ഫോം ഫാക്ടർ മാറ്റാൻ സോ another play we did was സാലിസിലിക് ആസിഡ് ഫേസിൽ എല്ലാവരും അപ്ലൈ ചെയ്ത് മാർക്കറ്റ് പോസ്റ്റ് കോവിഡ് എല്ലാവരും അറിഞ്ഞു. ബട്ട് ആൾക്കാർ ഫേസ് മാത്രം കളിച്ചാൽ reduce ചെയ്യാൻ. So we focused on മോക്കുരു. So we focused on body acne. So body മേല് ആക്നെ ഉണ്ടാകുന്ന കുറെ ആൾക്കാരുണ്ട്, പുറത്തൊക്കെ ഫുൾ ആക്നെ ഉള്ളത്. We'll solve for that. ആ സെയിം സാലിസിലിക് ആസിഡ് എടുത്ത് നമ്മളൊരു ബോഡി വാഷിലിട്ട് and then we sold that. Today that is one of the top sellers on Amazon. So if you just change the form factor, അതിലെന്താക്കി സാലിസിലിക് ആസിഡിന്റെ സിറത്തിന് പകരം ബോഡി വാഷ് ഇറക്കി, ഇതിൽ ഗമ്മി ബയോട്ടിൻ ടാബ്ലറ്റിന് പകരം ഗമ്മി ആക്കിയിട്ട് ഇറക്കി. If you change form factors also, you can be distinguished in the market. So ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്ലേ ബുക്ക് ദാറ്റ് ഇഫ് യു ആർ ഓൾറെഡി പ്ലേയിങ് ഇൻ എ ഹൈലി കോമ്പറ്റീവ് മാർക്കറ്റ് where there is already enough traction, like hair, you need a virality product to crack open. Okay. And that you can figure out. അങ്ങനെയാണെങ്കിൽ ഈ മാൻമാറ്റേഴ്സ് എന്തുകൊണ്ട് ഹെയർ ഗ്രേയിങ്ങിലേക്ക് ഇറങ്ങില്ല? അതിന് സൊല്യൂഷൻ ഇല്ലേ? ഇല്ല, സത്യം പറഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വി ഹാഡ് എ ഡാർക്കനൽ, വി യൂസ്. സോ our solution was what is the leading cutting edge medical science technology that's there, let's give it to people and start making them see results. So darkanel is one of the top things that works for hair graying reversal. We tried selling it a lot and we had sold it for a year or so, but then we realized the ഇതിന്റെ സക്സസ് റേറ്റ് വാസ് വെരി ലോ. ദാറ്റ് ചില ആൾക്കാർക്ക് കാണുന്നുണ്ട്, ചില ആൾക്കാർക്ക് കാണുന്നില്ല. ആൻഡ് ആസ് എ ബ്രാൻഡ് വി കാൺട്ട് ദെൻ പ്രൊമോട്ട് ഇറ്റ് ആസ് മച്ച് ഇഫ് സക്സസ് ഇസ് നോട്ട്. ബ്രാൻഡിനെ എഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല സൈഡ് ആക്കി. പക്ഷെ നിങ്ങളെ കോമ്പറ്റീറ്റർ ട്രൈ അത് ചെയ്യുന്നുണ്ട്. ട്രൈ അല്ല, വേറെ കുറെ പ്ലേസ് ചെയ്യുന്നുണ്ട്. The problem is it doesn't work for everyone. It doesn't work. Premature graying is a difficult problem. അതിലൊരു സയൻസ് ഇന്നോവേഷൻ വരാൻ ബാക്കിയുണ്ട്. എന്തെങ്കിലും ഒന്ന് സയൻസ് ഒന്ന് ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ പിന്നെ അതിപ്പോ ChatGPT അലേർട്ട് ഇട്ടേക്കാം,
എന്നാണോ അത് വരുന്നത്, ലെറ്റ് മീ നോ, let me know if something at all comes. ബിക്കോസ് എനിത്തിങ് Research. വിത്ത് ഹെയർ വർക്ക്സ്. Yeah, അതാണ് ഞാനും ഫിഗർ ഔട്ട് ചെയ്ത്. Yeah. In hair, recently that's what minoxidil is very famous, but innovations over there ഇപ്പോൾ കുറച്ച് സമയം ടൈം എടുത്തിട്ട് അതിലും ഇപ്പോൾ പുതിയ പ്ലേസ് വരുന്നുണ്ട്. Finasteride, so minoxidil and finasteride is like 100 years old now. Correct. But there are new plays coming in ഈ ട്രാൻസ്പ്ലാന്റിൽ തന്നെ കുറേ innovations. Yeah, but something over there should crack open. ഓക്കെ, അപ്പോൾ നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൗ യു ആർ ഔട്ട് ഫ്രം മാൻ മാറ്റേഴ്സ്. പുറത്താക്കിയതല്ല, ഇറങ്ങി പോകുന്നതാണെന്നാണ് മനസ്സിലാക്കണേ. പിന്നെ എന്താണ് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ ഇറങ്ങി പോന്നു, ആൻഡ് എന്താണ് അടുത്തത്? വാട്ട് ആർ യു പ്ലാനിങ്? സോ ഞാനൊരു ബിലീവ് ചെയ്യുന്നത് ഇനിഷ്യലി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐ തോട്ട് ഐ സ്റ്റേ ഫോർ 4 years. I ended up staying 3. But the goal is ideally I need to stay long enough to understand that business cycle. ഓക്കെ. അപ്പം അത് ഏകദേശം സോ അറ്റ് ഇയർ 2 ഞാൻ ജോയിൻ ചെയ്തു, ഇയർ 5 വരെ ഞാൻ കണ്ടു. ഐ സോ ഹൗ ദാറ്റ് പ്ലേ ഇസ് ബീങ് ഡൺ ആൻഡ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഫണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളിയായിട്ട് ഓരോന്ന് സ്കെയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് ആ ഒരു ലേണിംഗ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയപ്പം അതെ, now I'm like, okay, where can I leverage this better for more financial incentives, for better career growth? കറക്റ്റ്. Wherever I get that, I'll move on to that. അത്ര ഒരു ആ ഒരു സാധനമാണ് അവിടെ നിന്ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു. ഇനി കൂടുതലൊന്നും പഠിക്കാനില്ല. ഇനി അവിടെ ഇനിയും കുറെ പഠിക്കാനുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒരു D2C പ്ലേ ബുക്ക് എങ്ങനെയാ ചെയ്യുന്നത്. ഇനി ഇത് എനിക്കിനി ഒന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി പഠിക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം റീറ്റെയിൽ അത്ര ഇല്ല, നോളജ് കുറവാണ്. ഓഫ്ലൈനിൽ പഠിക്കണം. സോ ഐ എം ട്രൈങ് ടു ഗോ ടു കമ്പനീസ് വെയർ ഓഫ്ലൈൻ കൂടുതൽ പ്ലേ ഹെവിയർ ആയിട്ടുള്ളത്. അപ്പൊ അവിടെ ഓരോരുത്തർ സംസാരിക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു ഫിഗർ ഔട്ട് സംതിങ് ദർ. ജോഗ്രഫി ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ട്. കാരണം ഇന്ത്യൻ D2C സ്പേസ് ഏകദേശം മനസ്സിലായി. ഇനി GCC മാർക്കറ്റ്സ് അങ്ങനെ ഉണ്ട്, യൂറോപ്പ് മാർക്കറ്റ്സ് അങ്ങനെ ഉണ്ട്. സോ അങ്ങനെ കുറച്ച് അങ്ങോട്ടേക്കുള്ള പ്ലേസ് റൈറ്റ് നൗ ഇറ്റ്സ് എ നൈസ്. ഒരു നിങ്ങളിപ്പോ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ല. തീരുമാനം എടുക്കണം. ഒരു 1 month later when we catch up, I think I'll tell you what has happened. അമ്മക്ക് എന്തെങ്കിലും ചെയ്യാം. Definitely. So right now the goal is, what I'm picking up right now is at least work with maximum brands as consultant or whatever way that I can help them in. Okay. And if I help them out, if I find something deep, then I'll go full time into it. Okay. So wherever, because നല്ലൊരു പ്ലേ. it's more of a, I feel it's just a tradable asset. Whatever I've learned so far, I trade this for somebody for that skill sets, for that money. Correct. They will make money out of it. I'll get a percentage of that. Yes. And then we keep, growing. That's the അടിപൊളി. എനിക്ക് തോന്നുന്നത് ആ ഒരു D2C എങ്ങനെ നമുക്കൊരു 100 കോടി ബ്രാൻഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 1000 കോടി ബ്രാൻഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ഏകദേശം. ബേസിക്കലി ഇറ്റ് ഈസ് ഓൾ പ്ലേ ബുക്സ് ആൻഡ് ക്രിയേറ്റിംഗ് എ ഫ്ലൈ വീൽ. Yeah. അത് ആ വീൽ എല്ലാ കാലവും കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. True. ആസ് ലോങ് ആസ് ആ ഒരു ടാം എത്തണ വരെ. Yeah. ആ ടാം എത്തിക്കഴിഞ്ഞാൽ then you figure out what is the next wheel that I can make. അതിൽ ആ ടാം ഒന്നും ഒരിക്കലും തീരുവൊന്നുമില്ല. ടാം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഇന്ത്യ റൈറ്റ് നൗ D2C വർക്ക്സ് വണ്ടർഫുള്ളി. ബിക്കോസ് ഇന്ത്യയിൽ there is a very high e-commerce penetration in India right now. There is internet access before discretionary spending. ആൾക്കാർക്ക് പൈസ സ്പെൻഡ് ചെയ്യാൻ ഇല്ലത്തിന്റെ മുന്നേ തന്നെ നെറ്റ് വന്നിന്. So now content has become bigger over there. Then if you see, there is very little barriers to entry right now. ആർക്കും തുടങ്ങാൻ പറ്റും. ശരിയാണ്. ഇതൊക്കെ ആർ ഐഡിയൽ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഫോർ D2C to succeed. ഈ 3 സാധനങ്ങളും. There is a very good penetration of e-commerce. There is internet access before and discretionary income also rising, and there is also a good there is no barriers to entry. More players are coming in. Correct. So if these 3 things are there, I think D2C in India should keep scaling. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. ഒരുവിധം കാര്യങ്ങളൊക്കെ ഹൗ ഈസ് ബ്രാൻഡ്സ്. ഇപ്പം എനിക്കൊന്ന് കേരളത്തിൽ ഇത്രയും വലിയ ബ്രാൻഡ്സുകൾ വന്നിട്ടില്ല. മേ ബി ഐ ഡോണ്ട് നോ, മേ ബി ഓഫ്ലൈനിലുണ്ട്. പക്ഷെ D2C ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ വെരി ഏർലി സ്റ്റേജസ്. സോ അത് നോർത്തിൽ ചെയ്ത ആരെങ്കിലും വന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഏബിൾ ടു. അപ്പോൾ ഐ ഗെസ് ഈ ഒരു എപ്പിസോഡ് ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ പ്രോബബ്ലി കോണ്ടാക്ട് വരും. ആൻഡ് വി വിൽ ഓൾസോ മീറ്റ് സം ക്ലയൻസ് ദാറ്റ് വി ഓൾറെഡി ഹാവ്. നമുക്ക് ഇക്കോ മാഫിയ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ദർ ആർ ഇനഫ് ബ്രാൻഡ്സ് ഹു വാണ്ട്സ് പീപ്പിൾ ഹു ഹാസ് ഡൺ ഇറ്റ് ബിഫോർ. അല്ലാണ്ട് പുതുതായിട്ട് പഠിക്കാൻ സമയം എടുക്കും. ആ സമയം ആരെടുത്തും ഇല്ല. എനിവേസ്, താങ്ക് യു വെരി മച്ച് ഫോർ ഷോയിങ് അപ്പ്. Thank you so We'll much. keep working in the future. Definitely. Thank you for coming to our Thank show. you so much. It Thank was you. great fun. Set. ഷാനുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷന് ശേഷം we've started a brand consulting project.
to help out business owners in whatever ways that we can. So if you're a store owner looking to scale your brand digitally, we've already started working with a few clients based out of Kozhikode. If that's something and you want to have a separate conversation, the description, there's a link. Let's meet you there.